നമസ്കാരം. 5th മെയ് സയൻസ് പീപ്പിളിന്റെ 97th 97ാമത് പ്രഭാഷണം. എല്ലാവർക്കും സ്വാഗതം. സയൻസ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു 8-10 പേര് തുടങ്ങിയ ഒരു ഇനീഷ്യേറ്റീവാണ്. ഓഫ്ലൈനായിട്ട് സയൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രഭാഷണങ്ങളും സെമിനാറുകളും നടത്തുക എന്നുള്ളൊരു എയിം വെച്ചിട്ടാണ് ഞങ്ങൾ തുടങ്ങുന്നതെങ്കിൽ പോലും കോവിഡ് കാരണം ഞങ്ങൾ തുടങ്ങിയത് ഓൺലൈൻ വഴിയാണ്. പക്ഷേ ഓഫ്ലൈൻ തുടങ്ങുന്നതിനേക്കാൾ ഇരട്ടി ഔട്ട്റീച്ച് ആണ് നമുക്ക് ഓൺലൈൻ വഴി കിട്ടിയത്. മോട്ടോ എന്ന് പറയുന്നത് സയൻസ് ടെമ്പർ വളർത്തുക എന്നുള്ളതാണ്. ഇന്നത്തെ സൊസൈറ്റിയിൽ കഴിയുന്നത്ര വിഷയങ്ങളിലൂടെ സയൻസിലൂന്നി വിത്ത് ലോജിക്ക് സംസാരിച്ച് ഇപ്പോൾ സയൻസിനെ ഫോളോ ചെയ്യുന്നവർ, വെറും സയൻസ് പ്രൊഫഷണൽസിനെ മാത്രമല്ല നമ്മൾ ടാർഗറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രേക്ഷകർ എന്ന് പറയുന്നത് എല്ലാവരുമാണ്. സയൻസിന് ഇഷ്ടപ്പെടുന്ന എല്ലാവരും സയന്റിഫിക് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം, സയന്റിഫിക് ആയിട്ടാണ് കാര്യങ്ങൾ പറയേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ട സമൂഹമാണ്. അപ്പോൾ അങ്ങനെ 97 പ്രഭാഷണങ്ങൾ വിവിധ വിഷയങ്ങളിൽ സയൻസ് പീപ്പിൾ നടത്തിയിട്ടുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് മാത്രമൊന്നുമല്ല, മറ്റു വിഷയങ്ങൾ അമേച്ചറായിട്ട് തന്നെ വിവിധ വിഷയങ്ങളിൽ കൃത്യമായിട്ട് പരിശീലനം നടത്തിയ കൃത്യ അവഗാഹമുള്ള ആൾക്കാരും നമുക്ക് പ്രഭാഷണങ്ങൾ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടിപ്പിക്കൽ അല്ലെങ്കിൽ കോർ സയൻസ് എന്ന് എല്ലാവരും വിശ്വസിക്കുന്ന വിഷയങ്ങളല്ലാത്ത കാര്യങ്ങളിലും നമ്മൾ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. മലയാളമാണ് പ്രധാനമായും മീഡിയം വന്നതെങ്കിൽ പോലും ഇംഗ്ലീഷിലും ഞങ്ങൾ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഡൽഹി സയൻസ് ഫോറം പോലുള്ള പ്ലാറ്റ്ഫോമുകളായിട്ട് ഞങ്ങൾ സഹകരിച്ച് ഇവന്റുകളും എക്സിബിഷനുകളിലും ഡൽഹിയിലെ വിവിധ മലയാളി അല്ലെങ്കിൽ വിവിധ സമ്മേളനങ്ങളിൽ ഞങ്ങൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട് സയൻസിന്റെ കാര്യം. ഇതാണ് മെയിൻ നമ്മൾ സയൻസ് പീപ്പിളിന്റെ ഒരു മെയിൻ മോട്ടോ എന്നുള്ളതാണ്. ഏറ്റവും വലിയ ഞങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇന്നത്തെ യൂത്ത് തന്നെയാണ്. വിവിധ രാജ്യങ്ങളിൽ PhDയും പോസ്റ്റ് ഡോക്ടറേറ്റും ഒക്കെ ചെയ്യുന്ന വിവിധ തരം വിഷയങ്ങളിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ട് സ്കോളേഴ്സ് ആയിട്ടുള്ള യൂത്ത് സ്റ്റുഡൻസ്, ഗേൾസ് ആൻഡ് ബോയ്സ് രണ്ടുപേരുമാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സപ്പോർട്ടേഴ്സും നമ്മളെ കൂടുതൽ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതാണ്. അതുകൂടാതെ ഇപ്പൊ നമ്മൾ വന്നിരിക്കണം, ഇന്ന് രണ്ടാമത്തെ പ്രഭാഷണം നമുക്ക് വേണ്ടി നടത്തുന്നത് ശ്രീ അഭിലാഷ് ജോസഫ്, നിലമ്പൂരുകാരനാണ്. HR പ്രൊഫഷണൽ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അദ്ദേഹം വെതറിന് മുകളിൽ PhD ചെയ്യണം. ഇമ്പാക്ട് ഓഫ് വെതർ ഓൺ ഹ്യൂമൻ ബിഹേവിയർ എന്ന വിഷയത്തിൽ PhD പോലും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വളരെ സീരിയസ് ആയി വെതറിനെ അല്ലെങ്കിൽ കാലാവസ്ഥാ നിരീക്ഷണം നടത്തുന്ന അഭിലാഷിന്റെ സംഘമുണ്ട്. അപ്പോൾ അഭിലാഷിനെ പ്രത്യേക സ്വാഗതം. അഭിലാഷിന്റെ കൂടെ ഇതിനെ മോഡറേറ്റ് ചെയ്യുന്നത് ശരത്താണ്. അഭിലാഷിനെ പറ്റി വേറൊരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ഈ വെതർ വാച്ച് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ സയൻസ് പീപ്പിൾ തുടങ്ങിയ ഇനീഷ്യേറ്റീവ് എന്ന പ്രൊമോഷന് തുടങ്ങിയ ഒരു ഗ്രൂപ്പ് കൂടിയാണ്. അപ്പൊ നമുക്കൊക്കെ അഭിമാനമായിട്ടുള്ളൊരു ഗ്രൂപ്പിന്റെയൊക്കെ ഉടമസ്ഥനോ അല്ലെങ്കിൽ ഗ്രൂപ്പിനെ നയിക്കുന്ന ഒരാൾ കൂടിയാണ് അഭിലാഷിന് ഇന്നത്തെ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ, ഞങ്ങൾ ഡൽഹിയിലാണെങ്കിൽ പോലും ഞങ്ങൾ ഡൽഹി ഭേദാന്ന് ഞങ്ങൾ പറയുന്ന ഒരു സമയത്ത് കേരളത്തിന്റെ ഈ ഒരു അരചട്ടി എന്നൊന്നും പറഞ്ഞാൽ പോരാത്തമാണ്. വല്ലാത്തൊരവസ്ഥയിൽ ഹീറ്റ് വേവും കടലും കരയും ഒരുപോലെ ചൂടാവുന്നതെന്ന് അഭിലാഷ് തന്നെ പറയുന്ന ഒരു കാലത്ത് ഈ ഒരു വിഷയം വളരെ സാന്ദർഭികമായിട്ട് തന്നെ വളരെ കണ്ടംപററി ആയിട്ട് എടുത്ത വിഷയത്തിനും അഭിനന്ദനം. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം. പ്രേക്ഷകരോട് അല്ലെങ്കിൽ ഇതിൽ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ ഈ പ്രഭാഷണം കേൾക്കൂ. നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടാം, അതല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തിട്ട് ചോദിക്കാം. പക്ഷെ പ്രഭാഷണത്തിന് ശേഷം മാത്രം. കാരണം ഇടയിൽ സംസാരിച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു ഫ്ലോ ഒരുപക്ഷെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ അഭിലാഷ് പ്രിഫർ ചെയ്യാണ് ഇടയിലെ ചോദ്യങ്ങൾ നല്ലതാണെന്നുണ്ടെങ്കിൽ വി ആർ ആൾസോ ഓക്കെ വിത്ത് ദാറ്റ്. മോഡറേറ്റ് ചെയ്യുന്ന ശരത്താണ് ഈ ചോദ്യങ്ങളും ഈ ആരൊക്കെ ഈ സംസാരിക്കുന്നതിനൊന്ന് കോർഡിനേറ്റ് ചെയ്യുന്നതും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതും. ശരത്ത് ചോദ്യങ്ങളോ അല്ലെങ്കിൽ ആരൊക്കെ ചോദിക്കാനുണ്ടെന്നുള്ളതൊക്കെ ശരത്ത് അഭിലാഷിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞങ്ങളുണ്ട് എല്ലാവരും. സ്വാഗതം. നല്ലൊരു പ്രഭാഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അഭിലാഷ് സ്വാഗതം. ശരത്, താങ്ക് യു. ഹാൻഡ് ഓവർ ടു യു. താങ്ക് യു സതീഷ് ചേട്ടൻ. എൻ്റെ പേര് ശരത്. ഞാനായിരിക്കും ഇന്നത്തെ ടോക്കിന്റെ മോഡറേഷൻ. ലൈറ്റ് വേവ് സയൻസ് ടോക്കിന്റെ 97th ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോക്ക് എടുക്കാൻ പോകുന്നത് സതീഷ് ചേട്ടൻ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ശ്രീ അഭിലാഷ് ജോസഫ് ആണ്. അദ്ദേഹം കൊച്ചി ബേസ്ഡ് ഒരു IT ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ് ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം പാരലലി ഹീസ് ഓൾസോ പ്രാക്ടീസിങ് ക്ലിനിക്കൽ സൈക്കോളജി. അദ്ദേഹത്തിന്റെ റിസർച്ച് പറഞ്ഞ പോലെ വെദർ ഇമ്പാക്ട് ഓൺ മെന്റൽ ഹെൽത്ത് എന്നുള്ള ടോപ്പിക്കിലാണ്.
അതല്ലാതെ ഇപ്പോ സയൻസ് ഗ്രൂപ്പ് തുടങ്ങി വെച്ച വെദർ വാച്ച് ഗ്രൂപ്പ് എന്ന ഒരു ടീമിന്റെ ലീഡാണ് വിച്ച് ഇൻവോൾവ്സ് സിറ്റിസൺ സയന്റിസ്റ്റ് ഓൺ വെദർ ഫോർകാസ്റ്റിംഗ് ആൻഡ് എവറിത്തിങ്. ദ ഗ്രൂപ്പ് ഇപ്പോ is so big that they also act as consultant for private and public agencies. നമുക്ക് ടോക്കിലേക്ക് വരാണ് വെച്ചാൽ കേരളം വറച്ചട്ടിയിൽ ഇനി എത്ര നാൾ, കറക്റ്റ്. നമ്മള് കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുമ്പോൾ അത് ഒരു വിദൂര വാർത്ത മാത്രമായിരുന്നു ഇതുവരെ. മഞ്ഞുമൽ ഉരുക്കൽ, സമുദ്രനിരപ്പ് ഉയരൽ, എക്സെട്ര എക്സെട്ര. പക്ഷെ ഇപ്പോ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് തികച്ചും നമുക്കത് അബ്നോർമൽ എന്ന് തന്നെ പറയാം. അബ്നോർമൽ, ദിസ് ഇസ് റിയലി അബ്നോർമൽ. നമുക്ക് ഇപ്പോ ഉയർന്ന ഹ്യൂമിഡ് കണ്ടീഷൻസ്, അതിൻ്റെ ഒപ്പം ഉയർന്ന താപനില എല്ലാം കൂടിയിട്ട് ഒരു അസഹനീയമായ ഒരു അവസ്ഥയാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാലവർഷം വരെ എങ്ങനെ ഈ ഒരു അവസ്ഥ തരണം ചെയ്യാം, അതുപോലെ പ്രീ മൺസൂൺ ഷവേഴ്സ് ആശ്വാസം പകരുമോ, കേരളത്തിലെ ഈ പ്രത്യേക കാലാവസ്ഥ, ഈ വരും മാസങ്ങളിലെ ഫോർകാസ്റ്റിംഗ്, ഇതെല്ലാം ഈ ടോക്കിൽ ശ്രീ അഭിലാഷ് ജോസഫ് വിലയിരുത്തുന്നതായിരിക്കും. ശ്രീ അഭിലാഷ് ജോസഫ്, യു ക്യാൻ ഷെയർ യുവർ സ്ക്രീൻ. നമുക്ക് തുടങ്ങാം. ഓക്കെ, താങ്ക് യു. നമുക്ക് നമസ്കാരം എല്ലാവർക്കും. ആദ്യമായി ഇങ്ങനെ ഒരു അവസരം, പ്രസന്റേഷൻ ഒരു അവസരം ലഭിച്ചതിൽ സയൻസ് ഗ്രൂപ്പിനോട് നന്ദി പറയുന്നു. സയൻസ് ഗ്രൂപ്പിന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് നമുക്കിപ്പം കണ്ടത്, സാധാരണഗതിയിൽ സയൻസ് വിഷയങ്ങൾ പഠിക്കുന്നവരോ അല്ലെങ്കിൽ ആ മേഖലയിൽ റിസർച്ച് ചെയ്യുന്നവരോ മാത്രമായിരുന്നു. ദൈനംദിന ജീവിതത്തിൽ നമുക്ക് സയൻസ് ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ ലഘൂകരിക്കാൻ വിവിധ മേഖലകളിൽ സയൻസിന്റെ ഉപഭോക്താക്കളാണെങ്കിൽ പോലും അത് യഥാർത്ഥ അർത്ഥത്തിൽ ഏതൊക്കെ തലത്തിൽ പ്രവർത്തിക്കുന്നു, അത് നമുക്ക് ഇങ്ങനെ കുറെ കൂടി മെച്ചപ്പെടുത്താം, സയന്റിഫിക് ടെമ്പർമെന്റ് എത്രത്തോളം നമ്മുടെ ദൈനംദിന ജീവിതത്തിനെ മെച്ചപ്പെടുത്താൻ ഉപകരിക്കാം എന്ന നിലയിലൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനൊരു ബ്രിഡ്ജായിട്ട്, അതായത് റിയൽ ടൈമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ വളരെ ഇന്ററാക്റ്റീവ് ആയിട്ട് നമ്മളുടെ അടുത്ത് കൊണ്ടുവന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ള പരുവത്തിൽ കണക്ട് ചെയ്യുന്നതിൽ സയൻസ് ഗ്രൂപ്പിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അത് നല്ലൊരു ശതമാനം കഴിഞ്ഞ ഇത്രയും വർഷത്തെ പ്രവർത്തനത്തിന്റെ ഇടയിൽ വളരെ ലീഡിങ് സ്കോളേഴ്സ് ആയിട്ടുള്ള ഭയങ്കര എക്സ്പേർട്സ് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുപോലും ഇതിനകത്ത് കൊണ്ടുവരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. നമുക്കപ്പം ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. കേരളം വറചട്ടിയിൽ എന്നാണ് നമ്മൾ ടോപ്പിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പേ, ഇന്ത്യ ഉൾപ്പെടുന്ന ഭൂപ്രദേശം മാത്രമല്ല ഈ ചൂട് അനുഭവിക്കുന്നത്, ലോകത്തെല്ലായിടത്തും ഈ ഒരു പ്രതിഭാസമുണ്ട്. നമുക്ക് ആദ്യമായിട്ട് ഈ ചൂടിന്റെ മൊത്തത്തിൽ, ഐ തിങ്ക് സ്ക്രീൻ കാണാമല്ലോ അല്ലെ? ഓക്കെ. അപ്പോ ഈ നമുക്ക് ഇപ്പൊ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് 3 സോണുകളായി നമ്മുടെ ഗോളാകൃതിയിലുള്ള ഭൂമിയെ തിരിച്ച ഇതാണ്. അതായത് ഭൂമധ്യരേഖയുടെ സാങ്കല്പിക 0 മുതൽ 23 ഡിഗ്രി വരെ വടക്ക് ഭാഗത്തേക്കും 0 മുതൽ 23 ഡിഗ്രി വരെ തെക്ക് ഭാഗത്തേക്കും ഉള്ള ഒരു മേഖല. അതിന്റെ മുമ്പിൽ 23 മുതൽ 66 വരെ ധ്രുവപ്രദേശം വരെയുള്ള മേഖല. അതുപോലെ തെക്ക് ഭാഗത്തേക്ക് ധ്രുവപ്രദേശം വരെയുള്ള 65 ഡിഗ്രി വരെയുള്ള മറ്റൊരു ഭാഗവും. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ കാണിക്കുന്ന 0 മുതൽ 23 ഡിഗ്രി വരെയുള്ള ഈ ഒരു വടക്ക് തെക്ക് പ്രദേശങ്ങൾ, ഈ ഒരു ഭാഗം എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കാണാമെന്ന് കരുതുന്നു. നോർത്ത് ടോറിഡ് സോൺ ആൻഡ് സൗത്ത് ടോറിഡ് സോൺ. എന്തായാലും നമ്മൾ ഇന്ത്യ ഉൾപ്പെടുന്ന നമ്മുടെ പ്രദേശം ഈ ഒരു ഭാഗത്താണ് ഉള്ളത്. അപ്പൊ ഇതാദ്യം ഒരു ഗ്രാഫിക്കൽ ഞാൻ കാണിച്ചതേ ഉള്ളൂ. ഇനി ഇതിന്റെ കാരണങ്ങളിലേക്ക് വരാം. സ്വാഭാവികമായി നമുക്കറിയാം, ധ്രുവപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ഐസാണ്, തണുപ്പ് കൂടുതലായിരിക്കും, വായുവിന്റെ ചലനാത്മകത കുറവുള്ള പ്രദേശങ്ങളുമാണ്. ഭൂമധ്യരേഖയാണ് വായുമണ്ഡലത്തിന് ഏറ്റവും കൂടുതൽ ചലനാത്മകതയുള്ള പ്രദേശം. കാരണം വായുമണ്ഡലത്തിന് സ്വാഭാവികമായും സൂര്യപ്രകാശം ഒരു വർഷം, ഈ സ്ക്രീനിൽ കാണുന്ന പോലെ സൂര്യപ്രകാശം ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ 25 ഡിഗ്രി ചെരിഞ്ഞു കറങ്ങുന്ന ഭൂമിയുടെ കറക്കം കൊണ്ട് ഈ സൂര്യപ്രകാശം തെക്ക് ഭാഗത്തേക്കും വടക്ക് ഭാഗത്തേക്കും നീങ്ങുന്നതിനനുസരിച്ചാണ് നമ്മുടെ ചൂട് ഭൂമിയിൽ പതിക്കുന്നതിന്റെ അളവ് വ്യത്യാസപ്പെടുന്നത്. അത് ഓരോ സീസൺ അനുസരിച്ച് ഡിസംബർ മാസങ്ങളാകുമ്പോൾ അത് തെക്ക് ഭാഗത്തേക്ക്, സദേൺ ഹെമിസ്ഫിയറിലേക്ക് സൂര്യന്റെ പ്രകാശം കൂടുതൽ പോവുകയും നമുക്ക് ചൂട് കുറവ് അനുഭവപ്പെടുകയും സ്വാഭാവികമായും ജനുവരി മാസം മുതൽ അത് തിരിച്ച്
ഉത്തരാർദ്ധഗോളത്തിലേക്കുള്ള സഞ്ചാരപാത എത്തുമ്പോൾ നമ്മുടെ പ്രദേശത്ത് ഇന്ത്യ, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ മുകളിലൂടെ തീവ്രമായ സൂര്യപ്രകാശം പതിപ്പിക്കുകയും ആ സീസണിൽ നമുക്ക് ശക്തമായ ചൂട് അനുഭവപ്പെടുകയും ചെയ്യും. ഈ ഒരു പാറ്റേണിലാണ് സൂര്യപ്രകാശം നമുക്ക് നോക്കാം. നേരത്തെ കണ്ട ഈ ഒരു നോർത്ത് സൗത്ത് ടോറിഡ് സോണുകളുടെ ഇടയിലാണ് ഈ സൂര്യപ്രകാശം ഒരു വർഷത്തിൽ ശരാശരി ഏറ്റവും കൂടുതൽ ഒരു 38-നും 42-നും ഇടയ്ക്ക് സൂര്യപ്രകാശം നൽകാൻ ശേഷിയുള്ളതായിട്ട് കടന്നു പോകുന്നത് സൂര്യന്റെ സഞ്ചാരപാതയുടെ ഒരു പ്രത്യേകതയാണ്. ഇതാണ് അതിന്റെ കുറെ കൂടി വലിയൊരു ചിത്രം. ഈ ട്രോപ്പിക്സ് നമ്മൾ ഉൾപ്പെടുന്ന ഈ റെഡ് കളറിലുള്ള ഈ ഭാഗത്താണ് ഒരു വർഷത്തിൽ 365 ദിവസത്തിൽ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം. ഇതത് നോർത്ത് ഭാഗത്തേക്ക് പോയാലും സൗത്ത് ഭാഗത്തേക്ക് പോയാലും സൂര്യപ്രകാശത്തിന്റെ തോത് ഇവിടെയായിരിക്കും. ഇന്ത്യ ഉൾപ്പെടെ കേരളം ഉൾപ്പെടുന്ന സ്ഥലം ഈ പ്രദേശത്താണ്. അപ്പൊ ചൂടിന് സ്വാഭാവികമായും ഇത് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ആഫ്രിക്കയുടെ മധ്യഭാഗമാണ്. ചാഡ്, നൈജർ എന്ന് പറഞ്ഞ രാജ്യങ്ങളൊക്കെയാണ്. പിന്നെയുള്ളതെല്ലാം കൂടുതൽ കടൽ ഭാഗങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മളെക്കാൾ കൂടുതൽ സ്വാഭാവികമായും മിഡിൽ ഈസ്റ്റ് മുതൽ ഈജിപ്ത്, ആഫ്രിക്കയുടെ മധ്യഭാഗങ്ങളൊക്കെ ഇതേപോലെ തന്നെ കടൽ പ്രദേശത്തു നിന്നുള്ള വേപ്പറിന് സാധ്യത വളരെ കുറവും കരഭാഗം കൂടുതൽ ചൂട് പിടിക്കുന്നതിനാൽ നമ്മളെക്കാൾ കൂടുതൽ ചൂട് കൊണ്ട് കഷ്ടപ്പെടുന്നവർ ആഫ്രിക്കയിലുണ്ട്. അപ്പം നമ്മൾ ആ ഒരു പ്രദേശത്തിന്റെ ഉള്ളിൽ ഉൾപ്പെടുന്ന ഒരു ടെറൈൻ ആയതുകൊണ്ടാണ് നമുക്ക് വർഷത്തിൽ ഈ ഒരു ടെമ്പറേച്ചർ വരുന്നത്, പൊതുവെ ചൂട് വരുന്നതെന്ന് ആദ്യമായിട്ടൊരു ബേസിക് നോളജ് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് സമ്മർ ഹീറ്റിന്റെ ആ ട്രാൻസ്ഫറിന്റെ ഇതാണ്. നമ്മൾ ഈ മധ്യഭാഗത്ത് ഈ ഒരു വീടിന്റെ സിമ്പൽ ഇത് നമ്മൾ നിൽക്കുന്ന ഭാഗമായി കണക്ക് കൂട്ടിയാൽ നോക്കൂ, ജനുവരി 21 ആകുമ്പോഴത്തേക്ക് ഇത് ഉത്തരാർദ്ധഗോളത്തിലേക്കുള്ള പോക്കിന്റെ സൂചന തുടങ്ങും. ഡിസംബർ ആകുമ്പോഴത്തേക്ക് ഇത് തിരിഞ്ഞ് ഇപ്പുറത്ത് ഓസ്ട്രേലിയയുടെ ഭാഗത്തേക്ക് ഇന്ത്യൻ മഹാസമുദ്രം ക്രോസ് ചെയ്ത് വരും. അപ്പൊ ഈ നമുക്കറിയാം ഡിസംബറിൽ പൊതുവെ നമുക്ക് തണുപ്പ് വരാനുള്ള കാരണം സൂര്യപ്രകാശത്തിന്റെ തോത് ഇവിടെ കുറവായിരിക്കും. ജൂൺ 21 ആകുമ്പോഴത്തേക്ക് നമുക്ക് സൂര്യപ്രകാശം വടക്ക് ഭാഗത്തേക്ക് നീങ്ങും. അപ്പൊ ആ വടക്ക് ഭാഗത്തേക്ക് നീങ്ങുമ്പോൾ നമുക്കിവിടെ ഈ നമ്മുടെ പ്രദേശത്ത് പതിക്കുന്ന ഇതിന്റെ ഒരു ആംഗിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇത് കുറയും, നമുക്ക് മഴ കിട്ടുന്ന കാലവും കൂടിയാണ്. ഇതാണ് ഇതിന്റെ ഒരു ബ്രീഫ്. ചൂട് നമ്മുടെ പ്രദേശത്ത് സ്ഥിരമായിട്ട് എന്തുകൊണ്ട് ഈ സീസണിൽ വരുന്നു എന്നുള്ളതിന്റെ ബേസിക് ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഭൂമി ചെരിഞ്ഞ് കറങ്ങുന്നത് കൊണ്ട് ഈ പ്രകാശം വീഴുന്ന രേഖകൾ, ഇതിന്റെ രശ്മികൾ കൂടുതൽ പതിക്കുന്നത് ഇത് നിങ്ങൾക്ക് നോക്കി അറിയാം. ഇങ്ങനെയുള്ള ഈ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ഈ മേഖല, ഈ കരമേഖല മുഴുവൻ ചൂടാക്കിയിട്ടാണ് ഇവിടുന്ന് ഇങ്ങനെ സോളാർ റേഡിയേഷൻ ഒരു സീസണിൽ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഭാഗത്ത് കടലാണ്, ബംഗാൾ ഉൾക്കടലുണ്ട്, ഈ ഭാഗത്ത് അറബിക്കടലുണ്ട്, ഇത് ഉൾപ്പെടുന്ന ഇന്ത്യൻ മഹാസമുദ്രം ഈ മേഖലയിലുമുണ്ട്. നമുക്ക് എപ്പോഴും ഈ ഹീറ്റ് വേവ് ഈ ഒരു ഭാഗത്തു നിന്ന് ഈ പ്രതലത്തിൽ കൂടുതൽ നമുക്കറിയാം, ഒരു കല്ലും അരിപ്പും ഗ്ലാസ്സിൽ വെള്ളവും കൂടെ വെച്ചാൽ ആദ്യം ചൂടാകുന്നത് ആ കല്ലായിരിക്കും. അപ്പൊ ചൂട് പിടിക്കുന്നതിന്റെ വേഗത വർദ്ധിക്കുന്ന ഈ കരയുടെ ഇത്രയും ഭാഗത്ത് മാസ് വോളിയം ഇത്രയോ ഏരിയ കരഭാഗത്ത് ഈ സീസണിൽ സൂര്യൻ ചൂട് പിടിപ്പിക്കുമ്പോൾ ഇവിടെ നിന്നും ഉണ്ടാകുന്ന വായുവിന്റെ സർക്കുലേഷൻ, ഉയർന്ന ഏകദേശം 3-3.5 കിലോമീറ്റർ ഉയരത്തിലുള്ള വായുവിന്റെ സർക്കുലേഷൻ നമ്മുടെ ഇന്ത്യൻ പ്രദേശത്തേക്ക് കടന്നു വരിക എന്നുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട്. അത് ഏകദേശം ഇങ്ങനെയാണ് എല്ലാ വർഷവും വായുവിന്റെ പാറ്റേൺ വരുന്നത്. അതിന്റെ കാറ്റിന്റെ ഒരു പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ജനുവരി മാസം മുതലൊക്കെ ഇതിന്റെ കാറ്റിന്റെ ഒരു ഗതി ഇങ്ങനെ താഴേക്ക് ഉള്ള സഞ്ചാരപാതയിലായിരിക്കും. ഈ സഞ്ചാരപാതയിലേക്ക് താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ കാണിച്ച സ്ലൈഡിൽ പറഞ്ഞ ഈ ഒരു പ്രദേശത്ത് ചൂടായ വായു ഇവിടെ നിന്ന് സർക്കുലേറ്റ് ചെയ്ത് കറങ്ങി നമ്മുടെ പ്രദേശത്തേക്ക്, കേരളം ഉൾപ്പെടുന്ന സ്ഥലത്തേക്ക് ഇത് വന്നു കയറാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പൊ നിലവിൽ ഇതിന്റെ ഒരു, നമുക്ക് ആ സ്ലൈഡിലേക്ക് വരാം. ഇതാണ് ഏകദേശം ഇപ്പൊ ഞാൻ പറഞ്ഞ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ മുതലുള്ള കരഭാഗങ്ങൾ ചൂടുപിടിച്ച് ഉത്തരേന്ത്യയുടെ ഭാഗങ്ങൾ ചൂടുപിടിക്കുന്നു. ഈ ചൂട് പിടിക്കുമ്പോൾ ഇവിടെ ഉത്തരേന്ത്യയുടെ മുകളിൽ തെലുങ്കാന, ജാർഖണ്ഡ് വരെ അല്ലെങ്കിൽ കൽക്കത്ത വരെയുള്ള ഈ പ്രദേശത്തേക്ക് ഈ ചൂട് വ്യാപിച്ചു കിടക്കുകയാണ്. ഈ ചൂട് വളഞ്ഞ് ഇവിടുന്ന് കേരളത്തിന്റെ ഭാഗത്തേക്ക് വരുന്നത് പൊതുവെ പശ്ചിമഘട്ടം, നമുക്കറിയാം വെസ്റ്റേൺ ഗാട്സ് ഇവിടുന്ന് തിരുവനന്തപുരം മുതൽ ഇങ്ങ് ഗുജറാത്ത് വരെ നീണ്ടു കിടക്കുന്ന ഒരു മതിൽ പോലെ കെട്ടിയിട്ടുള്ള ഒരു സംരക്ഷണ വലയമുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ പണ്ടത്തെ കാലം മുതലേ ഈ ഉത്തരേന്ത്യ പോലെ ചൂട് നമുക്ക് അനുഭവപ്പെടാത്തത്. പക്ഷേ ഇപ്പോ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ കാണിച്ച ഈ വായുവിന്റെ സർക്കുലേഷൻ ഇതാ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇതേപോലെയാണ് നമുക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിൽ കാറ്റ് ഇതിലെ ഇങ്ങനെ വീശി കറങ്ങി വന്ന് ഇങ്ങോട്ട് പോവുകയാണ്. അപ്പൊ നമ്മൾ കേരളം ഇത്ര ഒരു ഭാഗത്ത്, ഈ ഒരു ഭാഗം നോക്കണം, കേരളം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ സൗത്ത് ഇന്ത്യ ട്രിവാൻഡ്രത്തിന്റെ ഈ ഭാഗം തുടങ്ങി നമ്മൾ ഇവിടം വരെയാണ് കേരളത്തിന്റെ ഏകദേശം ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ ഉള്ളത്. അപ്പൊ നമുക്ക് വരുന്ന ഈ ചൂട് കാറ്റ് ഇവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് ഉത്തരേന്ത്യയുടെ മുകളിൽ ബംഗാൾ,
ആന്ധ്രാപ്രദേശ്, ജാർഖണ്ഡ് എന്നീ പ്രദേശങ്ങളിലൂടെ കറങ്ങി പൊതുവെ മിക്കവാറും അത് കർണാടകയുടെ മുകളിൽ കൂടി തമിഴ്നാടിന്റെ മുകളിൽ കൂടി കേരളത്തിലേക്ക് അധികം ഇമ്പാക്ട് വരുത്താതെ കടന്നു പോകാറാണ് പതിവ്. ഈ സീസണിൽ നമുക്ക് പസഫിക്കിലെ ചില മാറ്റങ്ങളുടെ സൂചനയായിട്ടും പല മാറ്റങ്ങളുടെ കാരണം കൊണ്ടും ഈ കാണുന്ന വായുവിന്റെ റൊട്ടേഷൻ നമുക്ക് കുറെ കൂടി ഈ ഭാഗത്തേക്ക്, അതായത് കുറെ കൂടി കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ് തമിഴ്നാടും കേരളവും ഉൾപ്പെടുന്ന മേഖലയുടെ മുകളിൽ കൂടി വീശാൻ തുടങ്ങി. ഈ വർഷം അത് വീശാൻ തുടങ്ങിയതിന്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുക? നമുക്ക് എന്നാൽ പോലും ഒരു പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണ വലയം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ടും അത് എന്തുകൊണ്ട് ആ ചൂടുകാറ്റ് ഇവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് ഇങ്ങോട്ട് വരുന്നു എന്നുള്ളതിനെ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് ഒരു ഇത് ഗൂഗിൾ മാപ്പാണ്. ഗൂഗിൾ മാപ്പിലെ ടെറൈൻ മോഡ് എടുത്തിട്ട് നിങ്ങൾ നോക്കിയാൽ നമുക്ക് ഈ ടെറൈൻ മോഡ്, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഈ ഉത്തരേന്ത്യയുടെ ഭാഗത്തുനിന്ന് വളഞ്ഞ് കിഴക്കോട്ട് വളഞ്ഞു വരുന്ന വായു സഞ്ചാരം നമ്മുടെ മേഖലയിൽ ഇത്രയും മറവുണ്ടെങ്കിലും ഇത് സൂം ചെയ്ത് നോക്കിയാൽ പശ്ചിമഘട്ടത്തിന്റെ ഷെയർ ചെയ്യുന്നത് കാണുന്നില്ല. ഗൂഗിൾ സാറിന്റെ പ്രസന്റേഷൻ മാത്രമേ ഇപ്പൊ കാണുന്നു. ഓക്കെ 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 ഐ തിങ്ക് ഷെയർ ഓൺലി സ്ക്രീൻ കാണാം. ഓക്കെ, സോറി, ഞാനത് ചേഞ്ച് ചെയ്തപ്പോൾ സ്ക്രീൻ മാറ്റാൻ മറന്നുപോയി. അപ്പൊ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സ്ലൈഡിൽ നമ്മൾ കണ്ടു പാകിസ്ഥാന്റെ മുകളിൽ നിന്നും അഫ്ഗാന്റെ മുകളിൽ നിന്നും എല്ലാം കരഭാഗം ചൂട് പിടിച്ച് സൂര്യപ്രകാശം കറക്റ്റ് ഉത്തരേന്ത്യയുടെ മുകളിലെല്ലാം വീഴുന്നു. ഈ ചൂട് കാറ്റ് കറങ്ങി വരുന്നതിന്റെ അപ്പർ എയർ സർക്കുലേഷൻ 3 കിലോമീറ്റർ ഉയരെയുള്ള കാറ്റ് ഈ സീസണിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ പൊതുവെ ഉത്തരേന്ത്യ ഉൾപ്പെടെ തമിഴ്നാടിന്റെയും കർണാടകയുടെയും മുകളിൽ കൂടി സർക്കുലേറ്റ് ചെയ്ത് സീസൺ ആകുമ്പോഴത്തേക്ക് ഇത് പടിഞ്ഞാറൻ കടലിലേക്ക് പോയി കാറ്റിന്റെ തിരിവോടെ മൺസൂൺ ആരംഭിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇത്തവണ അതിനകത്ത് പസഫിക്കിലെ കുറച്ച് മാറ്റങ്ങളും പസഫിക് ഈ സുമാത്ര ഈ മേഖലയിൽ നിന്നുള്ള ചൂടുകാറ്റും കൂടി ബംഗാൾ ഉൾക്കടലിന്റെ നേരെ ഏകദേശം തമിഴ്നാടിന്റെ നേരെ ഇപ്രാവശ്യം ഒരു 10-20 ദിവസത്തോളം സ്റ്റഡി ആയിട്ട് വീശി. അതിന്റെ ഫലമായി നമുക്ക് എല്ലാ വർഷവും ഈ ഭാഗത്തു നിന്ന് വരുന്ന ചൂടിനേക്കാൾ കൂടുതൽ കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും ചൂടുകാറ്റ് കൂടുതൽ തള്ളിക്കയറാനിടയായി. സോളാർ റേഡിയേഷന്റെ എഫക്റ്റും എല്ലാം കൂടി ചേർന്നപ്പോൾ ഇത് പോയി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ചോദ്യമുണ്ട്, പശ്ചിമഘട്ടം എന്തുകൊണ്ട് നമുക്ക് ഈ ചൂടിൽ നിന്ന് സംരക്ഷണം തരുന്നില്ല എന്നുള്ളത്. ഞാൻ ഗൂഗിൾ മാപ്പ് എടുത്തിട്ടുണ്ട്. ഗൂഗിൾ മാപ്പിൽ നിങ്ങളുടെ ഇതിനകത്ത് നമുക്കറിയാം പശ്ചിമഘട്ടം ഉള്ളത് എവിടെ മുതലാണ്? തിരുവനന്തപുരം മുതൽ ഗുജറാത്ത് വരെ ഒരു വലിയ മതില് പോലെ ഇങ്ങനെ സമുദ്ര തീരപ്രദേശത്ത് കൂടി നിൽക്കുകയാണ്. ഈ കേരളത്തിന്റെ മുകളിൽ വരുമ്പോൾ നമുക്ക് കാണാം, ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഈ പാലക്കാടിന്റെ ഈ ഒരു ഭാഗം, അതായത് ഏകദേശം ഒരു നമ്മുടെ മലമ്പുഴ ഈ ഭാഗം മുതൽ ഇങ്ങ് നെല്ലിയാമ്പതി മലനിരകളുടെ താഴെ വരെ 32 കിലോമീറ്റർ പ്ലെയിൻ ലാൻഡ് ആണ്. അതായത് നമ്മുടെ ഈ മതിൽ പൊളിഞ്ഞു കിടക്കുകയാണ്, ഇവിടെ ഇല്ല. പണ്ടത്തെ കാലത്ത് ഇവിടുന്ന് ഈ സമുദ്രം വരമാറി പോയ സമയത്ത് ഇവിടുന്ന് അടർന്ന് ആഫ്രിക്കയിലേക്ക് പോയ മഡഗാസ്കറിന്റെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ അത് ബിൽറ്റിൻ ആയിട്ട് ഇപ്പൊ ഇതിൽ നിൽക്കുന്നത് ഈ 32 കിലോമീറ്റർ ഗ്യാപ്പിൽ പ്ലെയിൻ ലാൻഡ് ആണ്. അപ്പൊ ഈ പ്ലെയിൻ ലാൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ സീസൺ ആകുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന, ജാർഖണ്ഡിൽ നിന്ന് വരുന്ന, തെലങ്കാനയിൽ നിന്ന് വരുന്ന ചൂട് കാറ്റ് ഈ 32 കിലോമീറ്റർ ഗ്യാപ്പിലൂടെ വന്നാൽ നോക്കൂ, ഇത് കൂടുതലും ഏതൊക്കെ ജില്ലകൾ? പാലക്കാട് സ്വാഭാവികമായും ചൂടാകും, കോയമ്പത്തൂർ ചൂടായിരിക്കും തമിഴ്നാടിനെ പോലെ. ആ കാറ്റ് ഇത്രയും ഗ്യാപ്പിൽ തള്ളി വരുന്നത് മലപ്പുറം ജില്ലയുടെ ടെറൈന്റെ പ്രത്യേകത നോക്കണം. നമ്മളൊരു പൈപ്പിലൂടെ കാറ്റ് ഊതുകയാണെങ്കിൽ അതിനെ നമ്മൾ പൈപ്പിനെ അറ്റത്ത് നമ്മൾ പല വഴികൾ വെച്ച് തിരിക്കുകയോ മറിക്കുകയോ ഒക്കെ ചെയ്താൽ പല സൈഡിലേക്ക് ആ കാറ്റ് പോകുമല്ലോ. എന്ന് പറഞ്ഞ പോലെ ചൂട് കാറ്റ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത് പാലക്കാടിനൊപ്പം തന്നെ മലപ്പുറം ജില്ലയുടെ ഈ നിലമ്പൂര് വരെയുള്ള പ്രദേശം, കോഴിക്കോട് ജില്ലയുടെ ഈ ഭാഗം. കാരണം ഈ ഭാഗത്ത് നിന്ന് മതിൽ തടഞ്ഞ് നമുക്ക് ഇങ്ങോട്ടൊക്കെയാണ് കാറ്റ് ചൂടുകാറ്റ് തള്ളുക. അതായത് മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ല, തൃശ്ശൂർ ജില്ല, നോക്കൂ ചേലക്കര വരെയുള്ള ഈ ഒരു ഭാഗം, തൃശ്ശൂർ ജില്ലയുടെ ഈ ഭാഗം, ഈ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ നമുക്കറിയാം എല്ലാ ദിവസത്തെയും റിപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്ക് ചൂട് കൂടുന്നത് പാലക്കാട്, മലപ്പുറം, ഇങ്ങനെ തൃശ്ശൂരിന്റെ ഈ ഭാഗം എന്നൊക്കെ കാണാം. എന്ന് പറഞ്ഞ പോലെ ഇതാണ് നമുക്ക് ഈ ജില്ലകളിലേക്ക് ചൂട് കൂടുതൽ കടന്നെത്താൻ കാരണം സൂചിപ്പിച്ചാണ്. ഇത് പറഞ്ഞതുപോലെ തന്നെ ഇനി നമുക്ക് വയനാടിന്റെ ഈ ഭാഗത്തേക്ക് വരാം. കർണാടകയുടെ ഈ മുകളിലൂടെ ചൂട് പിടിച്ച വായു മാനന്തവാടിയുടെ ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ ഈ ഒരു ടെറൈന്റെ ഗ്യാപ്പ്, ഇവിടെ ഈ ഭൗമപ്രത്യേകത കാരണം ഇത് കണ്ണൂരിന്റെ ഇരിട്ടി, പേരാവൂര് പോലെയുള്ള പ്രദേശങ്ങളിൽ നടുവിൽ വരെയുള്ള ഈ ഒരു ഭാഗങ്ങളിൽ, ഇത് തളിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ചൂടുകാറ്റ് ഈ ഒരു ഗ്യാപ്പ് വഴിയും വരാൻ ഈ സീസണിൽ സാധ്യതയുണ്ടാകുന്നുണ്ട്. ഇത് ഞാൻ വിവരിച്ചു തരുന്നത് എന്തിനാന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ചില പ്രദേശങ്ങളിൽ ഈ സീസണിൽ നമ്മള്
ചൂട് കൂടുതൽ രേഖപ്പെടുത്തുന്നത്? കേരളത്തിൽ എല്ലായിടത്തും ഒരേ ചൂട് വന്നാൽ പോരെ ശരാശരി, ചിലയിടത്ത് 32. അപ്പൊ നമുക്ക് ഈ പറയുന്ന ടെറൈന്റെ ഭൗമ പ്രത്യേകതകൾ വെച്ച് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ പറയുന്ന പ്രദേശങ്ങൾ, ജില്ലകളിൽ, എസ്പെഷ്യലി ഈ ജില്ലകളിൽ ചൂട് കൂടുതൽ രേഖപ്പെടുത്തുന്നതിന് കാരണം. അതേപോലെ നമുക്ക് മറ്റൊരു ഗ്യാപ്പുള്ള സ്ഥലമാണ് ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്ന തെങ്കാശി ചെങ്കോട്ട ഇടനാഴി. ഇതാ ഈ ഭാഗം നോക്കിയാൽ മലനിരകളുടെ പ്രത്യേകത നിങ്ങൾക്ക് കാണാം. ഇവിടുന്ന് കറങ്ങി വരുന്ന കാറ്റ് ഇത് കണ്ടോ, ഒരു തോട് പോലെ, ഒരു ട്രാക്ക് പോലെ കിടക്കുന്നു. ഈ ട്രാക്ക് പോലെ ഈ ഇടനാഴിയിലൂടെ ഈ കാറ്റ് കയറിയിട്ട് പിന്നെ ഇത് സ്വാഭാവികമായും കൊല്ലം, പുനലൂർ, കൊട്ടാരക്കരയൊക്കെ ചൂട് പിടിപ്പിക്കും. പാലക്കാടിന്റെ അത്രയും വലുതല്ലെങ്കിലും, നേരത്തെ ഞാൻ കാണിച്ച വയനാടിന്റെ ആ ഭാഗത്തിന്റെ അത്രയും വലുതല്ലെങ്കിലും, ഈ ഭാഗത്തു നിന്നുള്ള കാറ്റ് ഈ മലനിരകളുടെ പ്രത്യേകത കാരണം പിന്നെ എത്തുന്നത് പത്തനംതിട്ട, കോട്ടയം ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളായിരിക്കും. ഇത് ഇനി ഏത് സീസണിലും, ഏത് വേനൽക്കാലത്തും നമ്മളിപ്പോ ഈ ഡിസ്കസ് ചെയ്ത പ്രദേശങ്ങളിൽ ചൂട് കൂടുതൽ രേഖപ്പെടുത്തുന്നതായിട്ട് 1-ാം സ്ഥാനത്ത് പാലക്കാട്, 2-ാം സ്ഥാനത്ത് കണ്ണൂർ, പിന്നെ തുടർന്ന് കൊല്ലം, പത്തനംതിട്ട, കോട്ടയം എന്നിങ്ങനെ ആയിരിക്കും നമുക്ക് ഏകദേശം എല്ലാ വേനൽക്കാലത്തും നമ്മളുടെ എല്ലാ വേനൽക്കാലത്തും. ഇനി അടുത്ത വേനൽക്കാലത്താണെങ്കിലും ഇങ്ങനെയായിരിക്കും നമ്മളുടെ ചൂട് രേഖപ്പെടുത്തുന്നതിന്റെ അളവ്. മറ്റ് സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ തീരദേശങ്ങളിൽ പൊതുവെ കടൽക്കാറ്റിന്റെ ഒരു ചെറിയ ഇതൊക്കെ ഉള്ളത് കൊണ്ടും പിന്നെ കൂടുതൽ വനമുള്ള പ്രദേശങ്ങളൊക്കെ ആകുമ്പോൾ അങ്ങനെ, അതുകൊണ്ടാണ് ഈ ടെറൈന്റെ വ്യത്യാസം അനുസരിച്ച്, ഭൗമ പ്രത്യേകതയ്ക്ക് അനുസരിച്ച് നമുക്ക് പലയിടങ്ങളിലും ചൂട് വെക്കുന്നത്. ഇനി അടുത്ത സീസൺ മുതലെങ്കിലും നിങ്ങൾ നിരീക്ഷിച്ച് നോക്കുക ചൂട് രേഖപ്പെടുത്തുന്നത്. ഇപ്രാവശ്യം തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം ചൂട് ഓൾറെഡി കുറഞ്ഞു വന്നു. അതിന്റെ കാരണമാണ് ഈ പറഞ്ഞത്. നേരത്തെ സർക്കാർ ഒരു 6 ദിവസം മുമ്പേ നമുക്ക് ഹീറ്റ് വേവിന്റെ വാർണിംഗ് അലർട്ടുകളെല്ലാം വന്നെങ്കിലും ആ സമയത്തിന് നേരത്തെ നമ്മൾ ആ ചാർട്ടിൽ കാണിച്ചിരുന്ന സർക്കുലേഷന്റെ സഞ്ചാരപാത നമുക്ക് ഇതിൽ നമ്മൾ കാണിച്ചിരുന്ന ഈ സഞ്ചാരപാത ഇവിടുന്നുള്ള ചൂടിന്റെ ഡിസ്കണ്ടിന്യൂഷൻ, ഈ വിൻഡിന്റെ ഡിസ്കണ്ടിന്യൂറ്റി വന്നതുകൊണ്ടാണ് നമുക്കിപ്പോ ഉത്തരേന്ത്യൻ ചൂടുകാറ്റ് മിനിഞ്ഞാന്ന് മുതൽ ഇങ്ങോട്ട് ബ്രേക്ക് വന്നതും സാധാരണ ഹ്യൂമിഡിറ്റി ഉള്ള ടെമ്പറേച്ചർ, ഹീറ്റ് വേവിന് ഒരു കുറവ് വന്നു, ഹീറ്റ് വേവ് അലർട്ട് പിൻവലിക്കുകയൊക്കെ ചെയ്തതിന്റെ കാരണം. ഈ ഭാഗം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് കരുതുന്നു. നമുക്ക് ഇത് നമ്മളുടെ ഹീറ്റ് റൈസൺ ബൈ ഓൾമോസ്റ്റ് 30%. ഇത് നമ്മുടെ ഇന്ത്യൻ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ്, കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയ ഒരു പഠന റിപ്പോർട്ടാണ്. കഴിഞ്ഞ 40 വർഷത്തിന്റെ ഇടയിൽ ഇന്ത്യയിൽ 30% നമ്മുടെ ചൂട് കൂടിയിട്ടുണ്ട്, 30%-ഓളം ചൂട് വർദ്ധിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് അവർ പറയുന്ന പ്രദേശങ്ങളാണ് ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, മറ്റ് സൗത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിലെല്ലാം ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഓരോ സ്ഥലത്തെയും അളവുകളും ഇതിൽ പറഞ്ഞു. 45 മുതൽ 47 ഡിഗ്രി വരെ, 47.2 ഡിഗ്രി വരെയൊക്കെ പലയിടത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർഷം തന്നെ എനിക്ക് തോന്നുന്നു ഇതൊരു 3 വർഷം മുമ്പത്തെ റിപ്പോർട്ടിലാണ്, പഠന റിപ്പോർട്ടാണ്. ഈ വർഷം അത് ബംഗാളിൽ ഈ റിപ്പോർട്ട് പ്രകാരം 47.2 എന്നുള്ളത് ബംഗാളിൽ ഒരു സ്ഥലത്ത് ഈ വർഷം 47.6 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതിനെ കുറിച്ചുള്ള കൂടുതൽ പ്രശ്നങ്ങൾ എന്താന്ന് വെച്ചാൽ, ഈ ചൂട് രേഖപ്പെടുത്തുന്ന സ്ഥലങ്ങളെ ഞാൻ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ കണ്ടത്, ഈ ചൂട് ഓൾറെഡി വന്നു നിൽക്കുന്നു, ആ പ്രതലം നമ്മൾ കൂടുതൽ ചൂടിനെ ആഗിരണം ചെയ്യാനോ റിഫ്ലക്ട് ചെയ്യിക്കാനോ ഉള്ള സ്ഥലങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മളത് ഇൻഡസ്ട്രിയലൈസേഷന്റെ ഭാഗമായിട്ടോ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കാം. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ആന്ധ്രാപ്രദേശ്, തെലങ്കാനയിലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ തെർമൽ വൈദ്യുത നിലയങ്ങളുണ്ട്, വൻതോതിലുള്ള തെർമൽ വൈദ്യുത നിലയങ്ങൾ ജാർഖണ്ഡ് അല്ലെങ്കിൽ തെലുങ്കാന ഇവിടെയുണ്ട്. അതേപോലെ കൽക്കരി ഖനികള്, നമ്മുടെ ഈ മൈനിങ് സെക്ടറുകള്, ഇതൊക്കെ നമ്മളിപ്പോ ഈ പറയുന്ന റിപ്പോർട്ടിൽ കാണുന്ന സ്ഥലങ്ങളാണ്. സ്വാഭാവികമായും അവിടെ കാലാവസ്ഥയുടെ സീസണൽ ആയിട്ട് ഓൾറെഡി ചൂട് വരുന്ന ട്രാക്കിൽ നിൽക്കുന്ന ഈ പ്രദേശങ്ങളിൽ നമ്മളായിട്ട് കുറെ കൂടി ആൾട്രേഷൻസ് വരുത്തുമ്പോൾ ഈ പറയുന്ന ചൂടിന് സ്വാഭാവികമായും കാരണമുണ്ടാകും എന്ന് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. അതായത് ഇവിടെയെല്ലാം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചൂട് രേഖപ്പെടുത്തുന്ന സ്ഥലങ്ങൾ അതിന്റെ നിയർ ബൈ 10-30 കിലോമീറ്റർ ചുറ്റളവുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വൻകിട പദ്ധതികൾ നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്, കൽക്കരി പോലത്തെ കാര്യങ്ങൾ, തെർമൽ പവർ പ്ലാന്റുകൾ, ഇവിടെയെല്ലാം ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് വരുന്നുണ്ട്. ഈ ചൂടാണ് അതിന്റെ ഒരു ശതമാനം ചില സീസണുകളിൽ ഉത്തരേന്ത്യക്ക് മുകളിൽ ഉണ്ടാകുന്ന വായുവിന്റെ സർക്കുലേഷന്റെ ചെറിയ ടേണിങ് വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട കേരളത്തിന്റെ പാലക്കാടൻ ഇടനാഴി വഴിയും കൊല്ലം ഇടനാഴി വഴിയും വയനാട് ഗ്യാപ്പ് വഴിയൊക്കെ പല ജില്ലകളിലേക്കും കൂടുതലായിട്ട്
ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇതാണ് ഇതിന്റെ ഒരു ഓവറോൾ വേനൽക്കാലത്തെ ഹീറ്റിന്റെ ഒരു അവസ്ഥ. ഇനി നമുക്ക് ഇപ്പോ പൊതുവെ നഗരപ്രദേശങ്ങളിൽ എങ്ങനെയാണ് ഈ ഹീറ്റ് ചൂട് വർദ്ധിക്കാൻ കാരണം എന്നുള്ളത്. എല്ലായിടത്തും ചൂട് വർദ്ധിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ അസഹനീയമായി നമുക്ക് തോന്നുന്നത് നഗരപ്രദേശങ്ങളിലാണ്. ഇതിന്റെ കാര്യം ഇതൊക്കെ തന്നെയാണ്. നമുക്ക് ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതൽ മോഡിഫൈ ചെയ്യാത്ത പ്രദേശങ്ങൾ കൂടുതൽ നഗരത്തിനെ അപേക്ഷിച്ച് കാണും. കൺസ്ട്രക്ഷൻ, കോൺക്രീറ്റിന്റെ പ്രതലങ്ങൾ, ഇതെല്ലാം നമുക്ക് ഇപ്പൊ നോക്കൂ, ഹീറ്റ് എങ്ങനെയാണ് ഇതിന്റെ ഒരു സൂര്യപ്രകാശം ഭൂമിയിൽ പതിച്ചാൽ ഒരു പ്രദേശത്ത് കൂടുതൽ ഉയരാൻ നഗരങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വർക്കുകൾ നടക്കുന്ന സ്ഥലത്ത് എന്തുകൊണ്ട് കൂടുന്നു എന്നുള്ളതാണ്. നോക്കിയാൽ അറിയാം, നമുക്ക് ടെമ്പറേച്ചർ റോഡിന്റെ സർഫസിൽ, ടാർ റോഡാണ്, ടാർ റോഡിൽ നിന്നും തുടർച്ചയായി സൂര്യപ്രകാശം അടിച്ചു കഴിയുമ്പോൾ അത് ചൂട് മുകളിലേക്ക് റിഫ്ലക്ട് ചെയ്യും. വാഹനങ്ങൾ സ്വാഭാവികമായും ലക്ഷക്കണക്കിന് വാഹനങ്ങൾ ഓടുന്നു നഗരങ്ങളിൽ കേന്ദ്രീകരിച്ച്, അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. അതിന് പുറമെ കോൺക്രീറ്റിന്റെ പ്രതലങ്ങൾ, നമ്മൾ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കിയിട്ട് കോൺക്രീറ്റിന്റെ പ്രതലങ്ങൾ ചൂട് ആഗിരണം ചെയ്ത് അത് പുറത്തേക്ക്, രാത്രിയായാൽ പോലും അത് പുറത്തേക്ക് എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ എയർ കണ്ടീഷണേഴ്സ്, ലക്ഷക്കണക്കിന് എയർ കണ്ടീഷണേഴ്സ് വേനൽക്കാലത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ എല്ലാത്തിനകത്തും ഔട്ടറിന്റെ ഉള്ളിൽ നിന്ന് ചൂടാണ് പുറത്തേക്ക് വരുന്നത്. ഇതിന്റെ ഒരു കൃത്യമായ ചിത്രം നമുക്ക് എന്തുകൊണ്ട് കൂടുതൽ ചൂട്, നമ്മൾ ആദ്യം പറഞ്ഞു വന്ന കാര്യം ഏതാണ്? ഒന്ന്, സീസണലായി സൂര്യന്റെ സഞ്ചാരപാതയുടെ പ്രത്യേകത കാരണം നമുക്ക് ചൂടുണ്ടാകുന്നുണ്ട്. ആ ചൂട് കടന്നു വരുന്ന വഴികൾ ഉത്തരേന്ത്യ മുതൽ ഇൻഡസ്ട്രിയലൈസേഷന്റെ ഭാഗമായിട്ടോ മൈനിങ് സെക്ടറിലൂടെയും കടന്നു വരുമ്പോൾ ആ ചൂട് വീണ്ടും ഒന്ന് നമ്മൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. അത് കേരളം പോലൊരു സ്ഥലത്ത് വന്നു കഴിയുമ്പം കേരളത്തിലുള്ള ഇതേപോലത്തെ നമ്മൾ ഹീറ്റ് ഐലൻഡ്, ചൂടിന്റെ തുരുത്ത് എന്ന് നമ്മൾ വാക്കാൽ വിശേഷിപ്പിക്കുന്ന നഗരങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന എയർ കണ്ടീഷണറുകൾ, റോഡുകള്, അപ്പൊ ഇവിടുന്ന് എല്ലാം ടെമ്പറേച്ചർ വീണ്ടും അതിനെ ഒന്നും കൂടി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. എന്തുകൊണ്ട് ഈ ചൂടിന്റെ ഓരോ തട്ടായിട്ട്, ഭൂമിയുടെ ഒരു സ്വാഭാവിക ചൂടിന്റെ ഒരു പ്രശ്നം അവിടെ കിടക്കുന്നു. അതിന് പുറമെ നമ്മളുടെ ആൾട്രേഷൻ നടത്തിയ വലിയൊരു ടെറൈനിൽ, വലിയൊരു ഭൂമികയിൽ കൂടി ഇത് കടന്നു വരുന്നു. ഇത് കടന്നു വന്നതിന്റെ പുറമെ നമ്മുടെ നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ പ്രത്യേകത ആ ചൂടിനെ വീണ്ടും കുറയ്ക്കുകയല്ല, കൂട്ടുക. അങ്ങനെ ഒരു 3 സ്റ്റേജുകളിലായിട്ടാണ് നമുക്കിത് അസഹനീയം എന്ന തോതിലേക്ക് എത്തുന്നത്. അതായത് ഒരൊറ്റ കാരണത്തിലേക്ക് മാത്രം നമ്മൾ വിരൽ ചൂണ്ടരുതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഇത് പരത്തി പറഞ്ഞത്. തുടക്കം മുതലേ ചൂടിന്റെ, ഭൂമിയുടെ ഏത് പ്രതലത്തിലാണ് ചൂട് വരുന്നത്, അവിടുന്ന് ഇന്ത്യ നിൽക്കുന്നത് ഏത് പ്രദേശത്താണ്, ആ പ്രദേശത്തിന്റെ മുകളിൽ എല്ലാ സീസണിലും ചൂട് വരുമ്പോൾ ഏതൊക്കെ പ്രദേശത്തു കൂടി ചൂട് വീണ്ടും വർദ്ധിപ്പിച്ച് കടന്നു വരുന്നു, നമ്മളുടെ പശ്ചിമഘട്ടം എന്ന ഇടനാഴിയുടെ ഗ്യാപ്പുകളിലൂടെ ആ ചൂട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് വരുന്നു. ആ താമസ സ്ഥലത്തുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പൊ നമ്മൾ ഈ സ്ലൈഡിൽ എത്തി നിൽക്കുന്നത്. ഈ സ്ലൈഡ് കാണാമെന്ന് കരുതുന്നു കേട്ടോ. കാണാം. ഓക്കെ. അപ്പം ഇതാണ് നമ്മളെ ചൂടിന്റെ ഓവറോൾ ഘടന. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഗ്രാമമാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഗ്രാമം എന്ന് പറയാൻ മാത്രം കേരളത്തിലൊന്നും ഇല്ല. ജസ്റ്റ് സൂചിപ്പിച്ചതേ ഉള്ളൂ. കൂടുതൽ നഗരവൽക്കരിക്കപ്പെടുന്നു, സ്വാഭാവികമായിട്ടും ചൂട് കൂടും. നമുക്കത് ആവശ്യമാണ്. നമുക്ക് ഇനിയിപ്പം കാട്ടിലേക്ക് പോയി താമസിക്കാനൊന്നും പറ്റില്ല. അപ്പൊ നമ്മൾ എവിടെ താമസിക്കുന്നോ നിങ്ങളുടെ നിയർ ബൈ സർക്കിളിൽ അല്പം കാട് പിടിച്ച് കടന്ന്, അതിനെ ലളിതമായി നിരീക്ഷിക്കാൻ ഒരു മാർഗം പറഞ്ഞത്, നിങ്ങളുടെ അടുത്തുള്ള പ്രദേശത്ത് ഒരു കാട് പിടിച്ച് കടന്ന സ്ഥലം ഒരു സ്കൂൾ ഗ്രൗണ്ടോ മറ്റെന്തെങ്കിലും ആക്കി മാറ്റി പറഞ്ഞാണ്. അടുത്ത സീസണിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അവിടെ വെള്ളം കൂടുതൽ, കിണറുകളിലെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ പറ്റും. അതേപോലെ ചൂട് വേനൽക്കാലത്ത് കൂടുതൽ റിഫ്ലക്ട് ചെയ്ത് അവിടുന്ന് ആ സർഫസിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലേക്കോ നിങ്ങളുടെ ഫ്ലാറ്റിലേക്കോ നിങ്ങളുടെ ഓഫീസിലേക്കോ ഒക്കെ ചൂട് കാറ്റ് കൂടുതൽ പ്രവഹിക്കും. ഇത്രേ ഉള്ളൂ ഇതിന്റെ ബേസിക് ലോജിക്. ഇതാണ് നമ്മുടെ നേരത്തെ ഇന്ത്യ ഉൾപ്പെടുന്ന സ്ഥലത്ത് ഭൂമധ്യരേഖയുടെ ഒരു റേഞ്ച് നമ്മൾ പറഞ്ഞു. ഈ ഒരു ഭാഗത്തു നിന്ന് കാറ്റ് തിരിഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഈ ചൂടിനെ എല്ലാം, ഈ ചൂടുള്ള സീസണെ കവർ ചെയ്ത് ഇവിടെ നിന്നും ട്രേഡ് വിൻസ്, വാണിജ്യവാദങ്ങൾ സൂര്യൻ ഈ ഭാഗത്തേക്ക് പോകുന്തോറും സൂര്യന്റെ കൂടെ വരുന്ന മേഘങ്ങൾ, ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന മേഘങ്ങൾ ഉത്തരേന്ത്യൻ ഭാഗത്ത് ഗുജറാത്തിന് മേലെ കയറി ഇങ്ങനെ സഞ്ചരിക്കുന്നതിനാൽ മഴയുടെ കാറ്റ് ഇങ്ങനെ തിരിഞ്ഞു വരുന്നു. അതിനെ നമ്മൾ നമ്മുടെ മൺസൂൺ എന്ന് സ്വാഭാവികമായും വിളിക്കുന്നു. ഇതാണ് ആ ഒരു മാറ്റത്തിന്റെ, ഇപ്പൊ ഈ കാണുന്ന വേനൽ കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള മാറ്റത്തിന്റെ ഒരു സൂചനയാണ്. നമുക്ക് മഴക്കാലം, ഈ മഴക്കാലത്തിനെ പറ്റി ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മഴക്കാലം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്
ഇന്ത്യൻ ഓഷ്യൻ, അറബിക്കടൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് കൂടുതൽ മോയ്സ്ചർ, അതായത് ഈർപ്പം കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു പ്രതിഭാസത്തിനെയാണ് നമ്മൾ IOD, ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന് പറയുന്നത്. ആ ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ കഴിഞ്ഞ വർഷം, നമുക്ക് ഈ മഴക്കുറവുള്ള വർഷം മുതൽ തന്നെ നെഗറ്റീവായിരുന്നു. അതായത് കൂടുതൽ ഈർപ്പം സൃഷ്ടിക്കപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു ഇന്ത്യൻ മഹാസമുദ്രം, തെക്കേ ഇന്ത്യൻ മഹാസമുദ്രം കടന്നിരുന്നത്. ഈ വർഷം ഈ മാസം മുതലൊക്കെ അത് കൂടുതൽ ഈർപ്പം സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആ സാഹചര്യം വന്നാൽ എന്താണ് നമുക്ക് ഗുണം? അതിന് പുറമെ പസഫിക്കിൽ നിന്നും നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വരുന്ന ഈർപ്പത്തിന്റെ അളവ് കുറച്ചിരുന്ന എൽനിനോ എന്ന പ്രതിഭാസം, അതായത് ചൂട് കുറയും, ഒരു ഭാഗത്ത് ചൂട് കുറവും മറുഭാഗത്ത് ചൂട് കൂടുതലും, അതിന്റെ ഫലമായിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഈർപ്പം കുറഞ്ഞു വരികയും ചെയ്യുന്ന പ്രതിഭാസം വീക്കായി തുടങ്ങി. അതിന് പുറമെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഈർപ്പത്തോട് കൂട്ടുന്ന ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന പ്രതിഭാസം ആക്റ്റീവായി തുടങ്ങി. ഈ രണ്ട് സൂചനയും നമുക്ക് ഈ വർഷം കഴിഞ്ഞ വർഷങ്ങളെക്കാൾ കൂടുതൽ ശക്തമായത് തന്നെ, ശക്തമായ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 4 മാസം നല്ല മഴ കിട്ടാനുള്ള സാഹചര്യങ്ങളാണ് നമുക്ക് ഒരുങ്ങി വന്നിരിക്കുന്നത്. ഈ ഒരു കാറ്റിന്റെ ഗതി തിരിഞ്ഞു വരുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ നമുക്ക് കൂടുതൽ ഗുണകരമാകുന്നത് ഈ ഭാഗത്താണ്. ഇന്ത്യൻ ഓഷ്യൻ ഡൈപോളിൽ കൂടുതൽ ഈർപ്പം സൃഷ്ടിക്കപ്പെടുന്ന IOD എന്ന ഇതിന്റെ ഈർപ്പം ഇവിടെ സൃഷ്ടിക്കപ്പെടും. അപ്പം മൺസൂൺ കാറ്റ് ഇതിലെയാണ് തിരിഞ്ഞു വരുന്നത്. അതായത് ആഫ്രിക്കയുടെ തീരത്തുള്ള ഉയർന്ന വായുമർദ്ദ നിലയിൽ നിന്നും ഈ ടിബറ്റിലേക്കുള്ള താഴ്ന്ന വായുമർദ്ദ നിലയിലേക്ക് കാറ്റ് ഒരു സീസണിൽ അലൈൻമെന്റ് ആക്കപ്പെടുന്നതാണ് നമ്മുടെ മൺസൂൺ എന്ന് പറയുന്നത്. ആ മൺസൂൺ കാറ്റിന്റെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, ആ മൺസൂൺ കാറ്റിൽ കയറി പറ്റുന്ന രീതിയിൽ ഇന്ത്യൻ ഓഷ്യൻ ഡൈപോളിൽ ഇവിടെ കൂടുതൽ ഈർപ്പം ഈ മേഖലയിൽ സൃഷ്ടിക്കപ്പെടുകയും സ്വാഭാവികമായും മഴ വർദ്ധിക്കുമെന്ന് നമ്മൾ പറയാൻ കാരണം, നമ്മളിപ്പോ ഗംഭീര മൺസൂൺ ആയിരിക്കും നമുക്ക് വരാൻ പോകുന്നതെന്ന് പറയാനുള്ള കാരണം ഈ ഒരു ഇതുകൊണ്ടാണ്. ഇനി നമുക്ക് ചൂട് കൂടുന്ന ഇതിനെ കുറിച്ച് കൂടിയാൽ മറ്റൊരു രസകരമായ പോയിന്റും കൂടി ഞാൻ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ചൂട് നമ്മളുടെ പ്രദേശത്തെ പറ്റിയാണ് നമ്മൾ ഇത്രയും സംസാരിച്ചത്. ഭൂമിയിൽ ചൂട് മൊത്തത്തിൽ വർദ്ധിക്കുന്നുണ്ട്. നമ്മളുടെ രാജ്യം മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ കൽക്കരിയോ ഇൻഡസ്ട്രിയലൈസേഷനോ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളോ പൊല്യൂഷൻ എല്ലാം നടത്തുന്നത് എല്ലാ രാജ്യങ്ങളും കൂടി ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ലോകത്ത് 1.5, നേരത്തെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ 30% ചൂട് വർദ്ധിച്ചു എന്ന് നമ്മൾ പഠനം നടത്തിയ പോലെ തന്നെ ഗ്ലോബലി കഴിഞ്ഞ ഒരു 10-60 വർഷത്തിന്റെ ഇടയ്ക്ക് 1.5 എന്നുള്ള നിലയ്ക്കൊക്കെ ഒരു വർധനവ്, ചൂടിന്റെ വർധനവ് വന്നിട്ടുണ്ട്. അതിന്റെയും കാരണം ഈ പറഞ്ഞ പോലെ ഹരിതവാതകങ്ങൾ, കാർബൺ ഡൈ ഓക്സൈഡ് പോലത്തെയുള്ള വാതകങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഹീറ്റിനെ, മീഥേനൊക്കെ കൂടുതൽ ഹീറ്റിനെ അന്തരീക്ഷത്തിലേക്ക് കടത്തിവിടുകയും തിരിച്ച് റിഫ്ലക്ട് ചെയ്യിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന പോലെ ലോക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ചൂടിന്റെ വായുമണ്ഡലത്തിൽ കൂടുതൽ ചൂട് പരക്കുന്നത്. എന്നാൽ പോലും ചൂട് ഭൂമിയിൽ എല്ലായിടത്തും വർദ്ധിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും സാവധാനം വർദ്ധിക്കുന്ന 3 പ്രദേശങ്ങളാണ് ഞാനിപ്പോൾ ഇതിൽ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. അതൊന്ന് ഈസ്റ്റ് അന്റാർട്ടിക്ക, രണ്ടാമത്തേത് ഇന്ത്യ, മൂന്നാമത്തേത് നോർത്ത് അറ്റ്ലാന്റിക്. അപ്പൊ ഈ ഈസ്റ്റ് അന്റാർട്ടിക്കയുടെ പ്രത്യേകത കൂടുതലും സമുദ്രപ്രദേശങ്ങളാൽ ചുറ്റപ്പെട്ട, ഉത്തര ധ്രുവത്തിലേക്ക് പോയാൽ കരഭാഗങ്ങൾ കൂടുതൽ ചുറ്റപ്പെട്ടിട്ടാണ് നമ്മുടെ അവിടുത്തെ ധ്രുവപ്രദേശം കിടക്കുന്നത്. ഇവിടെ കൂടുതലും കടൽ ഭാഗമാണ്. സ്വാഭാവികമായും തണുപ്പും ഐസിന്റെ ഫോർമേഷനും എല്ലാം കൂടുതൽ കിട്ടുന്നത് സദേൺ ഹെമിസ്ഫിയറിലാണ്, സൂര്യപ്രകാശത്തിന്റെ വെളിച്ചം വീഴുന്നതിന്റെ ഇതൊക്കെ അനുസരിച്ച്. അപ്പൊ ഈ ഈസ്റ്റ് അന്റാർട്ടിക്കയില് ഓസോണിനൊരു പാളിയുണ്ട്. ആ ഓസോൺ പാളിയുടെ ഒരു ദ്വാരം കൂടുതലായിട്ട് അവിടെ തുറന്നിരിക്കുന്ന ഭാഗമായതുകൊണ്ട് ഈ ഓസോൺ പാളിയിലൂടെ കടന്നു വരുന്ന അൾട്രാ വയലറ്റ് വികിരണങ്ങൾ അവിടുത്തെ അന്തരീക്ഷത്തിൽ ചെറിയ രാസമാറ്റങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെയുള്ള മാറ്റങ്ങൾ അവിടെ നിന്ന് ഉണ്ടാകുന്ന കാറ്റ്, ഇതിന്റെ തണുത്ത കാറ്റിന്റെ സഞ്ചാരത്തിനെ ട്രാപ്പ് ചെയ്ത് നിർത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. സാധാരണഗതി നമ്മൾ പറയുന്നത് ഓസോൺ പാളി വന്നു കഴിഞ്ഞാൽ, ഓസോൺ പാളി തുറന്നാൽ ചൂട് കൂടുമെന്നുള്ള, ചൂട് കൂടുന്നതിനേക്കാളും കൂടുതൽ അപകടകരമായ അൾട്രാ വയലറ്റ് വികിരണങ്ങൾ ഭൂമിയിലേക്ക് വരും എന്നുള്ളതാണ് ഓസോൺ പാളിയുടെ ഒരു നാശത്തിന്റെ ഒരു നമുക്ക് വരാൻ പോകുന്ന ഒരു അപകടം. അപ്പോൾ ഈ ഓസോൺ പാളിയുടെ ഒരു ഹോളാണ് ഭൂമിയിലെ ഏറ്റവും ചൂട് കുറഞ്ഞ സ്ഥലമായിട്ട് ഈസ്റ്റ് അന്റാർട്ടിക്ക ധ്രുവപ്രദേശം നിൽക്കുന്നത്. ഈ രണ്ടാമത്തെ ഒരു പ്രദേശം ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയാണ് ഏറ്റവും സാവധാനം. അപ്പം 1.5 എന്ന് പറയുമ്പോൾ 1.5-ൽ യൂറോപ്പിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ ആഫ്രിക്കയിലോ ഒക്കെ 1.5 വരുമ്പോൾ നമുക്ക് അത് ആ 1.5-ൽ നമ്മൾ 70 വരുന്നുള്ളൂ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഈ 3 പ്രദേശങ്ങൾ ഭൂമിയിൽ ഏറ്റവും പതുക്കെ ചൂട് പിടിക്കുന്നു എന്ന് പറഞ്ഞത്. അതിന്റെ കണ്ടെത്തലുകൾ, രസകരമായ കണ്ടെത്തലുകളാണ് നേരത്തെ പറഞ്ഞത്. അന്റാർട്ടിക്കയിലെ ഓസോൺ പാളി ഒരു കാരണമാണ്. പിന്നെ ഇന്ത്യയിലെ പൊല്യൂഷൻ എങ്ങനെയാണ്
ചൂട് കൂടുന്നത് സാവധാനമാക്കുന്നത് നമുക്ക് നോക്കാം. അതായത് അന്തരീക്ഷത്തിലേക്ക് പൊടിപടലങ്ങളും അതായത് ഇൻഡസ്ട്രിയൽ പൊല്യൂഷന്റെ എല്ലാം കണികകൾ, ചെറിയ കണികകൾ, മൈന്യൂട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത തരത്തിലുള്ള ചെറിയ കണികകൾ അന്തരീക്ഷത്തിൽ ധാരാളമായിട്ടുണ്ടാകും. അതിന് പുറമെ ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്, നമുക്കറിയാം. ഈ കൂട്ടിയിട്ട് കത്തിക്കുന്ന ധാന്യങ്ങളുടെയും അടുത്ത സീസണിലേക്ക് നിലമൊരുക്കാൻ വേണ്ടിയൊക്കെ ചെയ്യുന്നത് കേരളത്തിന് അത്ര പരിചിതമല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഉത്തരേന്ത്യയിലൊക്കെ കുറെ കൂടി പരിചിതമായിരിക്കും. കിലോമീറ്റർ കണക്കിന്, ആയിരക്കണക്കിന് കിലോമീറ്റർ കണക്കിന് ഏരിയ ഈ ചാരത്താൽ മൂടി നിൽക്കുന്നതൊക്കെയാണ്. അപ്പൊ അതേപോലെ കൽക്കരി ഖനികളിൽ നിന്നും ഇൻഡസ്ട്രിയൽ പൊല്യൂഷനും എല്ലാം കൂടി അന്തരീക്ഷത്തിലേക്ക് ഉയരുമ്പോൾ നമ്മുടെ സൾഫർ ഡയോക്സൈഡ് പോലത്തെ ചെറിയ പാർട്ടിക്കിളുകളുണ്ട്. അത് കൽക്കരി ഖനികളിൽ നിന്നോ ഡീസൽ കത്തിയിട്ടോ പെട്രോൾ കത്തിയിട്ടൊക്കെ ഉയർന്നു വരുന്നതൊക്കെയാണ്. അപ്പൊ ഈ കണികകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ കണികകൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത്, നമുക്കറിയാം അന്തരീക്ഷത്തിൽ ചൂട് കൂട്ടുന്ന സാധനമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പടരാതെ ഈ അന്തരീക്ഷ മലിനീകരണം ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുമ്പോൾ ആ പ്രദേശത്ത് ചൂട് വലുതായിട്ട് ഇൻക്രീസ് ചെയ്യില്ല. മറ്റ് പ്ലെയിൻ ആയിട്ട് അന്തരീക്ഷ മലിനീകരണം കുറഞ്ഞ പ്രദേശങ്ങളിൽ ചൂട് കൂടുന്നത് പോലെ അന്തരീക്ഷ മലിനീകരണം ഉള്ള സ്ഥലത്ത് ചൂട് വർദ്ധിക്കില്ല. അപ്പൊ അതിനു പുറമെ അന്തരീക്ഷത്തിലെ വെള്ളത്തുള്ളികളെ, ഈ പറയുന്ന മലിനീകരണം കൂടുതൽ ഉള്ള ഈ പൊടി അംശങ്ങൾ കൂടുതലും ഇവാപ്രൈസേഷനെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് കേന്ദ്രീകരിക്കാൻ സഹായിക്കും. മറ്റേത് പ്ലെയിൻ ആയിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് സൂര്യപ്രകാശം ചിതറി പല സ്ഥലങ്ങളിലേക്ക് പോകും. ഇതെന്ത് ചെയ്യും? ചിതറി കൂടുതൽ ഏരിയയിലേക്ക് പോകാതെ ഏതെങ്കിലും പ്രദേശത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ കൂടുതൽ തടാകങ്ങളിൽ നിന്നൊക്കെയുള്ള വേപ്പറിനെ ഒരു പ്രത്യേക ഏരിയയിൽ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കാനും കണികകളെയൊക്കെ ഒരുമിച്ചാക്കാനൊക്കെ സഹായിക്കും. അടുത്ത ഒരു പ്രദേശം പതുക്കെ ചൂട് കൂടുന്ന ഒരു സ്ഥലം, താരതമ്യേന ചൂട് കൂടുന്ന സ്ഥലം നോർത്ത് അറ്റ്ലാന്റിക് ഐസ് മെൽറ്റിംഗ്. അതിന്റെ കാരണം പറയുന്നത് ഐസ് മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രീൻലാൻഡ് ഈ നോർത്ത് അറ്റ്ലാന്റിക്കിന്റെ ഏറ്റവും ചാരിക്കിടക്കുന്ന ഒരു വലിയ ഇതാണ്. അവിടുത്തെ വലിയ കൂറ്റൻ ഐസ് പാളികൾ, അവിടേക്ക് ചൂടും വായുമണ്ഡലത്തിന് പല സ്ഥലത്തുനിന്ന് ചെല്ലുന്നുണ്ട്, ചൂടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തുടർച്ചയായി ഗ്രീൻലാൻഡിലെ ഭീമൻ ഐസ് പാളികൾ ഉരുകുന്നത് കൊണ്ട് എപ്പോഴും അവിടെയും ചൂട് വർദ്ധിക്കുന്നതിന്റെ അളവ് കുറവാണ് ഭൂമിയിലെ മറ്റു പ്രദേശങ്ങളെ അനുസരിച്ച്. ഈ സ്റ്റഡി നടത്തിയിരിക്കുന്നത് നാസയുടെ തന്നെ ഒരു വിങ് നടത്തി അവർ പുറത്തുവിട്ടിട്ടുള്ള ഒരു പബ്ലിക്കേഷൻ ആണ്. ഈ 3 പ്രദേശങ്ങൾ ഐഡന്റിഫൈ. ഞാൻ നേരത്തെ പറഞ്ഞു വന്നതിനിപ്പോ ഇത് എടുത്തു പറയാൻ കാരണം നമ്മുടെ പ്രദേശത്തെ ചൂടിനെ നമ്മൾ പരിശോധിച്ചു. അതിന്റെ കൂടെ തന്നെ ഭൂമിയിലെ മറ്റ് സ്ഥലങ്ങളെല്ലാം ചൂട് വർദ്ധിക്കുമ്പോൾ താരതമ്യേന ഇങ്ങനെ വിചിത്രമായ കാരണങ്ങൾ കൊണ്ട് ഭൂമിയിൽ ഇങ്ങനെ 3 പ്രദേശങ്ങളിൽ ചൂട് വർദ്ധിക്കുന്നത് സാവധാനമായിട്ടുണ്ട് എന്നുള്ള ഒരു വിരോധാഭാസം കൂടെ ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഇത് നിങ്ങളുടെ അടുത്ത് അവതരിപ്പിച്ചത്. അപ്പൊ നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞു വന്നതിൽ റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് റിവേഴ്സ് ചെയ്ത് പോകാം. അതാർക്കെങ്കിലും മൈക്ക് ഓൺ ആക്കി പറയണമെന്നുണ്ടെങ്കിൽ റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോകാം. അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഇതിന്റെ കുറച്ച് സൊല്യൂഷൻ ബേസ്ഡ് കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ചൂടിൽ നിന്നുള്ളതാണല്ലോ. ചൂടിനെ പറ്റി നമ്മൾ പറഞ്ഞു, ചൂട് വരുന്ന വഴിയെ പറ്റി പറഞ്ഞു, ചൂട് നമ്മുടെ പ്രദേശത്ത് എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞു. ഇനി നമുക്ക് അന്താരാഷ്ട്ര ഉച്ചകോടികളിലോ കാര്യങ്ങളിലോ ഒന്നും പങ്കെടുത്ത് ഡിസിഷനോ പോളിസികളോ ഒന്നും മേക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ പ്രദേശത്ത് നമ്മുടെ കാര്യം എങ്ങനെ സേഫ് ആക്കാം എന്നുള്ളതിനെ പറ്റി ഒരു ഡിസ്കഷനിലേക്ക് പോകാം. അതിലേക്ക് കടക്കണോ അതോ നമ്മൾ ഇതൊന്ന് റിവൈസ് ചെയ്ത് വരേണ്ട ആവശ്യമുണ്ടോ എന്തെങ്കിലും? റിവൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇല്ല, അപ്പൊ മുന്നോട്ട് പോകാം. തീർച്ചയായും സർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ റൈറ്റ് വേണമെങ്കിൽ അന്നേരം ആവശ്യത്തിന് വന്നാൽ നമുക്ക് ബാക്ക് സ്ലൈഡിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? പ്രാദേശികമായിട്ട് നമുക്ക് ഇതിനകത്ത് നമ്മൾ നേരത്തെ വിവരിച്ച ഒരു എക്സ്പ്ലനേഷനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി കാണും. ഒരു മനുഷ്യനോ ഒരു ചെറിയ കമ്മ്യൂണിറ്റിയോ ഒന്നും വിചാരിച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല. ഭൂമിയുടെ ഒരു പ്രത്യേകത കൊണ്ട് ചൂടുണ്ടാകുന്നുണ്ട്, വൻതോതിലുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ, അതേപോലെ കാറ്റിന്റെ ഗതി, ഇതിനൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ചെറിയ കമ്മ്യൂണിറ്റിക്കോ വ്യക്തികൾക്കോ ഒന്നും നിയന്ത്രിക്കാൻ പറ്റില്ല, ഒരു പ്രദേശത്തിനൊന്നും. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 4 മാസമെങ്കിലും നന്നായിട്ട് മഴ കിട്ടുന്ന നാടാണ് നമ്മുടെ. അപ്പൊ ഈ മഴ കിട്ടുമ്പോൾ ഭൂമിയുടെ അടിയിൽ നൂറ്റാണ്ടുകളായി പല കാലങ്ങളിൽ ഈ ടാർ റോഡും കോൺക്രീറ്റും പ്രതലം നമ്മൾ മിനുക്കാതെയൊക്കെ വന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പേ സ്റ്റോർ ചെയ്യപ്പെട്ട ഗ്രൗണ്ട് വാട്ടർ സോഴ്സുകൾ നമ്മൾ ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ അതിന്റെ 10 ഇരട്ടി 100 ഇരട്ടി വർദ്ധിച്ചപ്പോൾ ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ഹോസ്റ്റലുകൾ, നമ്മുടെ ഇൻഡസ്ട്രി ആവശ്യങ്ങൾക്കെല്ലാം വെള്ളം നമ്മൾ വൻതോതിൽ ഊറ്റി തുടങ്ങി. നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല, നമ്മളത് എടുത്തു. അപ്പൊ അതേ തോതിൽ നമ്മൾ നമ്മുടെ പ്രതലത്ത് തിരിച്ച് ഒരു മഴ സീസണിലും വെള്ളം താഴേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ നമുക്കിപ്പോ എല്ലാ സീസണിലും നമുക്കറിയാം, നമുക്കൊരു
4 മാസം നല്ല നന്നായിട്ട് മഴ കിട്ടുന്നതാണ്. ഏറ്റവും മഴക്കുറവുള്ള സീസൺ ആണെങ്കിൽ പോലും ആ വീടിന്റെ മുകളിൽ മേൽക്കൂരയിൽ വീഴുന്ന വെള്ളം ഇതേപോലെ റീചാർജ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് എക്സിസ്റ്റിംഗ് കിണർ തന്നെ അതിന് ഉപയോഗിക്കാം. മാലിന്യം ഒന്നും ഉണ്ടാവില്ല. വീടിന്റെ മുകൾ ഭാഗം നമ്മൾ ആ മഴക്കാലത്ത് കരിയിലേക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് ഇതേപോലത്തെ PVC പൈപ്പ് ഉപയോഗിച്ചിട്ട് അതിനെല്ലാം ട്രാക്ക് ചെയ്തിട്ട് തൊട്ടടുത്തൊരു ചെറിയ മിനി ടാങ്ക് പോലത്തെ ഒരു സാധനം പൈപ്പ് വഴി എന്തെങ്കിലും ഉണ്ടാക്കുന്നു. അതിന്റെ മുകളിൽ ഒരു നെറ്റ്, പൊടിപടലങ്ങൾ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു നെറ്റ്, കുറച്ച് കരി, അതേപോലത്തെ പെബിൾസ്, ചെറിയ കല്ലുകൾ, ഇതെല്ലാം നിർത്തി നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന അരിപ്പ ഉണ്ടല്ലോ, ഉണ്ടാക്കുന്ന സ്വാഭാവികമായും വെള്ളം ശുദ്ധീകരിക്കുന്ന അരിപ്പയുടെ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് നമ്മുടെ കിണറ്റിലേക്ക് ഇത് നിറയ്ക്കുക. ഈ കിണർ നിറഞ്ഞു കവിഞ്ഞു കഴിയുമ്പോൾ ഒരു 4 മാസത്തോളം നിറഞ്ഞു കഴിയുമ്പോൾ ഭൂമിയുടെ വിള്ളലുകളിലേക്കും അടിയിലേക്കുമെല്ലാം നമ്മുടെ കിണറിരിക്കുന്നതിന്റെ അടിയിലേക്ക് കുറെ കൂടി വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും. അപ്പൊ ഈ സ്റ്റോർ ചെയ്യാനുള്ള സാഹചര്യം 4 മാസത്തോളം നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് ഹൈ പ്രഷറിൽ കിണർ നിറഞ്ഞു നിർത്തി കഴിയുമ്പോൾ നമ്മുടെ പ്രദേശത്തിന്റെ അടിയിലെ ജലത്തിന്റെ അളവ് അത് നമ്മുടെ കിണറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വിള്ളലുകളിലോ ഉറവ് വരുന്ന വഴികളിലേക്കെല്ലാം തള്ളിക്കേറി അത് നിറഞ്ഞു നിൽക്കും. അപ്പൊ ഇത് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, നാട്ടിൻപുറത്തുള്ള വലിയൊരു ടെക്നിക്കൽ എക്സ്പെർട്ടൈസും വേണ്ട. ഏതൊരു സാധാരണക്കാരനും അവരുടെ നാട്ടിൻപുറത്തുള്ള ഒരു പ്ലംബറെ വിളിച്ചാൽ 5000 രൂപ 6000 രൂപയിൽ തീർക്കാവുന്ന ഒരു ഡീലേ ഉള്ളത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് റോക്കറ്റ് സയൻസ് പോലത്തെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഒരു പ്ലംബറെ വിളിച്ചിട്ട് നിങ്ങൾ ഈ ഡയഗ്രാം കാണിച്ചു കൊടുത്താൽ, ഇതേപോലെ പല മെത്തേഡുകളുണ്ട്. ഞാൻ എളുപ്പത്തിലുള്ള ഒരു സാധനം ഇതിന്റെ ഒരു ഡയഗ്രാം കാണിച്ചു എന്നുള്ളൂ, പൈപ്പിന്റെ അളവടക്കം. അപ്പൊ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു 5000 6000 രൂപയ്ക്ക് നമ്മളൊരു സീസണിൽ വെള്ളം വീട്ടിലേക്ക് ടാങ്കറിൽ കൊണ്ടുവന്ന് നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന പണമോ അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു സീസണിൽ ചെലവാക്കുന്ന പൈസ പോലും ഇല്ല. അപ്പൊ ഇത് നമുക്ക് തന്നെ മാനുവലായിട്ട് ഇതിന്റെ ആൾക്കാരുടെ ആവശ്യമില്ല. ഓരോ മഴക്കാലം കഴിയുമ്പോഴും നമുക്ക് തന്നെ ഈ പറയുന്ന ഫിൽട്ടർ ക്ലീൻ ചെയ്യാം, മാനുവലായിട്ട് അഴിച്ചിട്ട് ക്ലീൻ ചെയ്യാം. പുതിയ കല്ലുകൾ, പഴയ കല്ലും കരിയൊക്കെ കഴുകി പുതിയ നിറച്ചിടാം. ഇതിനൊന്നും വേറെ സാങ്കേതിക പരിജ്ഞാനമുള്ള ആളുകളുടെ ആവശ്യമില്ല, പൈസ ചെലവില്ല. ഇതിൽ സംഭവിക്കുന്ന ഒരു പരിപാടി, പലരും ഇത് കണ്ട് ഇനിഷ്യേറ്റീവ് എടുക്കാറുണ്ട്. ഞാൻ പല സ്ഥലങ്ങളിൽ ചെയ്ത സ്ഥലത്ത് പോയി നോക്കിയിട്ട് എന്താ കാര്യം എന്ന് വെച്ചാല്, ചില ആളുകൾ ഇത് ഒരു സീസണിൽ ചെയ്യും. ഒരു സീസണിൽ ചെയ്തിട്ട് അയാൾ 2ാമത്തെ വർഷം അയ്യോ അതിന് വേനലായി, പ്രതീക്ഷിച്ച അത്രയൊന്നും വെള്ളം കിട്ടിയില്ല, പിന്നെ വറ്റിയെന്നും പറഞ്ഞ് ഇതങ്ങ് പറിച്ചെടുത്ത് കളയും. സത്യത്തിൽ സംഭവിക്കുന്നത് വെച്ചാൽ വർഷങ്ങളായി ഭൂമിയുടെ അടിയിലുള്ള അറകളൊക്കെ വരണ്ട് കിടക്കുന്നു, അല്ലെങ്കിൽ വെള്ളമില്ലാതെ നടക്കുന്നു. ഒരു സീസണിൽ ചിലപ്പോൾ ഈ അറകളിലൊക്കെ ഒന്ന് നിറഞ്ഞു വരുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് ഒരു 2 3 സീസണെങ്കിലും നിങ്ങൾ ക്ഷമയോടെ, 2 സീസണെങ്കിലും, 2 മഴക്കാലം, നമ്മുടെ മൺസൂൺ മഴക്കാലത്ത് 2 സീസണെങ്കിലും നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നാൽ 3ാമത്തെ വർഷം മുതൽ നിങ്ങളുടെ കിണറ്റിൽ വേനൽക്കാലത്തും വെള്ളം ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടും. നമുക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒഴിവാകാം. ഇത് ഏതെങ്കിലും ഒരു കേരളത്തിൽ മൊത്തം 10 പേരോ 100 പേരോ ചെയ്തിട്ട് കാര്യമില്ല. ഒരു പഞ്ചായത്തിൽ അത് ചെയ്യുമ്പോൾ അതിനകത്തൊരു 50% ആളുകളെങ്കിലും ഇതുപോലെ പറ്റിയ കിണറുകൾ നോക്കി എല്ലാവരും ചെയ്ത് കഴിയുമ്പോൾ ഓവറോൾ ഒരുപാട് ഏരിയകളിലെ ഭൂഗർഭജലത്തിന്റെ അളവ് കൂടും. നമ്മൾ റീചാർജ് ചെയ്യുന്നത് കറക്റ്റ് നമുക്ക് മാത്രമല്ല, മറ്റുള്ള അയൽവക്കക്കാരനും മറ്റാൾക്കാർക്കും എല്ലാം ഉപകാരപ്പെടും. അപ്പോൾ പരമാവധി ഇതിനെ പ്രൊമോട്ട് ചെയ്യാവുന്ന, സർക്കാരിന് ചെയ്യാവുന്ന പരിപാടി മികച്ച കർഷകനെ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ ഓരോരോ ക്യാമ്പയിനുകൾ ഉണ്ടല്ലോ. അങ്ങനെ വെറുതെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഏറ്റവും നന്നായിട്ട് ഇങ്ങനെ മഴ ഹാർവെസ്റ്റ് ചെയ്യുന്ന ആർക്കെങ്കിലും ഒരു ചെറിയ മൊമെന്റോയോ അവാർഡുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. അതേപോലെ ഏറ്റവും നന്നായിട്ട് മഴവെള്ളം ഹാർവെസ്റ്റ് ചെയ്യുന്ന സ്കൂൾ ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു അവാർഡ് കൊടുക്കുക, അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്, പൈസ ചെലവില്ലാതെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തൊരു ക്യാമ്പയിൻ ആയിട്ട് സർക്കാർ തലത്തിൽ ഇനിഷ്യേറ്റീവ് എടുത്താൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുള്ളൂ. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഇതേപോലത്തെ ടോക്കോ കാര്യങ്ങളോ കണ്ട് ഇത് കൊള്ളാലോ എന്ന് തോന്നി ചെയ്യുന്ന അയാളത് കുറച്ച് കഴിയുമ്പോൾ നിർത്തും എന്നുള്ള രീതി അല്ലാതെ, നമുക്കിപ്പോ ഈ പറയുന്ന ചൂടിൽ നിന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണിത്. ഇത് 2 സീസണെങ്കിലും നമ്മൾ പിന്തുടർന്നാൽ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്. സാമ്പത്തിക ചെലവ് വളരെ പേരിന് മാത്രമേ ഉള്ളൂ. 2ാമത്തെ കാര്യം, നമുക്ക് അതുകൊണ്ട് വലിയ ലാഭം കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ മെയിൻ്റനൻസും ക്ലീനിങ്ങും ഒന്നും ആ വീട്ടിലുള്ളവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ ഒരു, ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ കിണർ നിറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് ഇവിടെ വേണമെങ്കിൽ ഒരു ടാപ്പ് കൊടുത്താൽ വഴി തിരിച്ചു വിടുന്ന സംവിധാനം ഉണ്ടാക്കാം. അപ്പൊ ഇതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ 2ാമത്തെ കാര്യം, നമുക്കിപ്പം കൺസ്ട്രക്ഷൻ മെത്തേഡ്സ്, കെട്ടിടങ്ങളുടെ ചൂട് റിഫ്ലക്ട് ചെയ്യുന്ന മെത്തേഡ്സ്, മുകളിലുള്ള റൂഫിങ്ങിന്റെ സംവിധാനം, കൂടുതൽ ഹീറ്റ് റിഫ്ലക്ട് ചെയ്യാത്ത, ഇത് ടെറസിന്റെ മുകളിൽ ഗ്രീൻ കവറേജ് കൊടുത്തിട്ടുള്ള പരിപാടികൾ, അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് 2 തട്ടായിട്ട് റൂഫിങ് കൊടുക്കുമ്പോൾ അതിന്റെ ഉള്ളിലൂടെ വായു സഞ്ചാരം കൊടുത്തിട്ട് മുകളിലേക്ക് വീടിനുള്ളിൽ അല്ലെങ്കിൽ ഫ്ലാറ്റിനുള്ളിൽ ചൂട് ട്രാപ്ഡ് ആകാതെ ഉള്ള നിർമ്മാണ രീതികൾ. പിന്നെ പരമാവധി ഞാൻ പറഞ്ഞ പോലെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ സങ്കല്പത്തിൽ പ്ലാവും മാവും തേക്കും അങ്ങനത്തെ വലിയ വൻ മരങ്ങൾ, ആൽമരം പോലെ ഉണ്ടാക്കുന്നതല്ല ഉദ്ദേശിച്ചത്. ഓരോ
ഏരിയക്കും അവൈലബിൾ ആയിട്ടുള്ള ഏരിയയ്ക്ക് അനുസരിച്ച് ഉയരത്തിലും അല്ലെങ്കിൽ സൈസിനും അനുസരിച്ച് നമുക്ക് മരങ്ങൾ വളർത്താൻ പറ്റും. അപ്പൊ അത്തരം മരങ്ങൾ കണ്ടെത്തി ഓരോ ഗ്യാപ്പിലും നമുക്ക് നോക്കാം. ഇതാ ഈ ചിത്രത്തിനെ നോക്കൂ, ഇതാ ഇവിടെ നമ്മൾ ഇതിനെ ഇങ്ങനെ അത്രയും സ്ഥലത്ത് ഹീറ്റ് റിഫ്ലക്ട് ചെയ്യാത്തത് കൊണ്ട് ഇവിടുന്നുള്ള ടെമ്പറേച്ചർ സ്വാഭാവികമായിട്ട് ഈ ഭാഗത്ത് കുറവായിരിക്കും. ഈ ഭാഗത്ത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അപ്പൊ നേരത്തെ ഈ കിണർ റീചാർജ് ചെയ്യുന്ന മെത്തേഡുകൾ നമ്മുടെ വീടിന്റെ മേൽക്കൂരയുടെ റിഫ്ലക്ഷൻ, അതേപോലെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ ചെറിയ ചെടികൾ മുതൽ വലിയ മരങ്ങൾ വെച്ച് കവർ ചെയ്യുക എന്നുള്ള മെത്തേഡൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് നമുക്ക് അനുവർത്തിക്കാൻ പറ്റുന്നത്. ഇതേപോലെ ഒരു ടോക്കിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ആക്ഷൻ എടുക്കാൻ പറ്റുന്നുള്ളത്. അപ്പൊ ഈ ഒരു ആക്ഷനെ പറ്റിയും കൂടെ ഒന്ന് പരാമർശിച്ചു എന്നേ ഉള്ളൂ. ഇതാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞതിന്റെ മൊത്തത്തിലുള്ള ഒരു കാര്യം. ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ വെച്ചാൽ ഇത് വെറുതെ ചെയ്തതല്ല, കൺസ്ട്രക്ഷൻ സിറ്റി, ഒരു സിറ്റിയാണിത്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ സാമ്പത്തിക ചെലവ് കൂടുതലുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ കെട്ടിടങ്ങളുടെ മുകളിലോ പരമാവധി ഗ്യാപ്പുകളിലൊക്കെ ഗ്രീൻ കവറേജ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ സൃഷ്ടിച്ചെടുക്കാനൊക്കെ പറ്റും. ലോകത്ത് പല രാജ്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ മെത്തേഡൊക്കെ നമുക്ക് അവിടെ, പക്ഷെ ഇത് ദാറ്റ് ഷുഡ് ടേക്ക്, ആ ഇനിഷ്യേറ്റീവ് മുൻകൈ എടുക്കേണ്ടത് സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ്. നമുക്ക് ഇത് പ്രാവർത്തികമാണ്. നേരത്തെ പറഞ്ഞ പോലെ കിണർ റീചാർജ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന ഇടങ്ങളിൽ ഗ്രീൻ കവറേജ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹീറ്റ് ഐലൻഡ്, ചൂട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ചൂട് പ്രതിഫലിക്കുന്നതിന്റെ അളവൊരല്പം കുറയ്ക്കാനുള്ള 1-2 ഡിഗ്രി നമുക്ക് കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് പറയാനുള്ളത്. നമുക്ക് ടോപ്പിക് എല്ലാം ക്ലിയർ ആയെന്ന് കരുതുന്നു. നമ്മൾ പറഞ്ഞു വന്നിരുന്ന മേഖല റിവൈസ് ചെയ്യണമെങ്കിൽ റിവൈസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കടക്കാം, എവിടെയെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ. താങ്ക് യു സർ. അത് വളരെയധികം എൻലൈറ്റനിങ് ആയിട്ടുള്ള ഒരു ടോക്കൺ തന്നെയായിരുന്നു. കുറെ കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റി. എസ്പെഷ്യലി നമ്മുടെ കേരളത്തിന്റെ ലൈക്ക് ദ വെസ്റ്റേൺ ഘാട്സിന്റെ ഗ്യാപ്സ്. അത് ഒരു ചോദ്യം എനിക്കുള്ളത്, ഈ സൈക്കിൾ ആദ്യം പറഞ്ഞിരുന്നത് ലൈക്ക് കർണാടക ആ ഭാഗത്തിൽ കൂടെ കേരളം ടച്ച് ചെയ്ത് പോയിരുന്നത്. ഇപ്പോ അത് ഇത്തിരിയും കൂടി തെക്കോട്ട് വന്നിട്ട് കേരളം ഉൾപ്പെട്ട് ആണ് പോകുന്നത്. അതുകൊണ്ട് ഈ ഗ്യാപ്പ് വഴി നമ്മുടെ പ്രദേശത്തേക്ക് അതിന്റെ കാരണം എന്തായിരിക്കും? ലൈക്ക് ഇത് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമാണോ, അതോ ഇത് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫിനോമിനൻ ആണോ ഈ സൈക്കിൾ ഒന്ന് ഇത്തിരിയും കൂടി തെക്കോട്ടേക്ക് വരാൻ? അത് നേരത്തെ പറഞ്ഞ പോലെ എൽനിനോ എന്ന് പറഞ്ഞ പസഫിക് ഈ സ്ക്രീനിൽ ഇപ്പൊ കാണുന്നില്ലെങ്കിൽ ഞാനൊന്ന് എടുത്തുതരാം. ഒന്ന് സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. സാറിന്റെ പ്രസന്റേഷൻ ആണ് കാണുന്നത്. ഓക്കെ, ഇപ്പോ കാണാം. ഓക്കെ, ഇതൊരു വെതർ മാപ്പാണ്. ഞാൻ നേരത്തെ ഇപ്പോൾ കാറ്റിന്റെ കാര്യം ചോദിച്ചുകൊണ്ട് പറയാം. ഇതൊരു വെതർ ഫോർകാസ്റ്റിംഗ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ കറണ്ട് സ്റ്റാറ്റസിനെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന മാപ്പാണ്. ഈ കാണുന്നതാണ് പസഫിക്. ഇവിടെ ഈർപ്പവും ഇവിടുത്തെ ചൂടും ബാധിച്ചിട്ടാണ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കുള്ള ഈർപ്പത്തിന്റെ ഒക്കെ വരവ് ഓരോ സീസണും ലാനിന എൽനിനോ പ്രതിഭാസങ്ങൾക്ക് അനുസരിച്ച് മാറുന്നു നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഇത് ഇപ്പോഴത്തെ ഇവിടെയുള്ള വിൻഡ്, ഇന്ത്യയുടെ മുകളിലൂടെയുള്ള കാറ്റിന്റെ സഞ്ചാരപാതയാണ് ഇപ്പൊ കാണുന്നത്. ഇത് സർഫസ് ലെവലാണ്. ഇത് സർഫസ് ലെവലിലുള്ള വിൻഡാണ്. 10 മീറ്റർ മുകളിലുള്ള കാറ്റിന്റെ ഗതിയാണ്. ഞാൻ അതിനെ നിങ്ങൾ ചോദിച്ചതിനൊന്നും കൂടെ റിയൽ ടൈം എക്സാമ്പിൾ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിപ്പോ ഒരു ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉയരത്തിലുള്ള കാറ്റിന്റെ സർക്കുലേഷൻ നോക്കാം. അതാ നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ പാകിസ്ഥാന്റെ മുകളിൽ നിന്നും ഇങ്ങനെ ഒരു കാറ്റിന്റെ സഞ്ചാരം കണ്ടോ? ഇത് വന്ന് വളഞ്ഞ് ഇതിലെ ഇങ്ങനെ വന്നിട്ടാണ് നേരത്തെ കഴിഞ്ഞ ദിവസം. ഇപ്പൊ ഇതിന്റെ കൂടുതൽ ഭാഗവും ഈ തെക്ക് ഭാഗത്ത് വന്ന് ഇന്ത്യയുടെ മുകളിലേക്കോ നമ്മുടെ ഈ ഭാഗത്തേക്കൊന്നും വരാതെ കുറെ കൂടി കടലിലേക്ക് ടേൺ ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് ഇത് ഞാനിപ്പോ ഒരു കുറച്ച് ദിവസത്തെ ബാക്ക് ഡേറ്റ് ഇടാം. ഇത് ഇന്നത്തെ സ്റ്റാറ്റസ് ആണ്. ഇപ്പൊ ചൂട് കുറവുള്ള സമയമാണ്. നമ്മൾ ഏപ്രിൽ മാസം എടുത്തിട്ട് ഈ നമുക്ക് ഭയങ്കര ചൂട് കൂടിയ ദിവസങ്ങൾ ഏതെങ്കിലും വെച്ചിട്ട് ഏപ്രിൽ 23 ഇട്ട് നോക്കാം. അപ്പൊ നോക്കൂ, ഇവിടുന്ന് ഉണ്ടായിരുന്ന കണ്ടോ, ഈ ഒരു കാറ്റിന്റെ തിരിച്ചിൽ കണ്ടോ? ഇവിടുന്നായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇതിപ്പോ കുറെ കൂടി പടിഞ്ഞാറേക്ക് ടേൺ ചെയ്ത് പോകാനുള്ള കാരണം നേരത്തെ പറഞ്ഞ പോലെ സൂര്യന്റെ കുറെ കൂടി മുകൾ ഭാഗത്തേക്ക് ഇങ്ങോട്ട് പോകുന്തോറും സൂര്യപ്രകാശത്തിന്റെ സഞ്ചാരപാത ഉണ്ടല്ലോ, റേഡിയേഷൻ വരുന്ന ഭാഗം ഇങ്ങോട്ട് നീങ്ങുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ടേണിങ്. ഇപ്പൊ ഇതാ നോക്കൂ, ഷോ പ്രസന്റ് ഡേറ്റ്. നിങ്ങൾ ഈ ഒരു ഭാഗം ശ്രദ്ധിക്കണേ. ഈ ടേണിങ് ഉത്തരേന്ത്യയുടെ മുകളിൽ കൂടി തെലങ്കാനയുടെ മുകളിൽ വന്ന് കറങ്ങി കേരളത്തിന്റെ മേലേക്ക് വരുന്നത് ഷോ പ്രസന്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ ഇതേ കാറ്റിന്റെ ഗതി
കണ്ടോ, ഇവിടുന്ന് വന്ന് കൂടുതൽ ടേൺ ചെയ്യാതെ കാണുന്നുണ്ടോ? കറക്റ്റ്, യെസ്. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മുടെ നിലവിലുള്ള ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സർക്കാർ അലർട്ട് കൊടുത്തെങ്കിൽ നമ്മുടെ ഓപ്പൺ ഗ്രൂപ്പിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഇത് ഇങ്ങനെ ഒരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട് വിൻഡ് പാറ്റേണിൽ. സ്വാഭാവികമായും ചൂട് കുറയാനാണ് സാധ്യത എന്ന് നമ്മൾ ഗസ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് പ്രഡിക്റ്റ് ചെയ്തത്. ഈ ചൂട് എന്തുകൊണ്ടാണ് ഈ കാറ്റിന്റെ ഗതി കുറെ കൂടി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും മാറുന്നതെന്ന് വെച്ചാൽ പസഫിക്കിൽ നിന്നുള്ള കാറ്റിന്റെ ഗതി ഈ പറഞ്ഞ പോലത്തെ ലാനിന അലിനോ പ്രതിഭാസങ്ങളുടെ ഒക്കെ വിഡ്രോവലും തുടക്കത്തിന്റെയും ഭാഗമായിട്ടാണ് ഈ ഷിഫ്റ്റിംഗ് വരുന്നത്. അതായത് കൽക്കട്ടയുടെ മേലെ കൂടെ വീശിക്കൊണ്ടിരിക്കുന്ന സാധനം ഇപ്പൊ നേരെ വന്നതാ നോക്കൂ, അറബിക്കടലിന്റെ മേലെ കൂടെ പകുതി കൂടുതലും കടലിലേക്കാണ് പോകുന്നത്. പിന്നെ അതിന് പുറമെ കഴിഞ്ഞ ദിവസം മിഡിൽ ഈസ്റ്റിലുണ്ടായ വലിയൊരു ലോ പ്രഷറിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു ക്ലൗഡ് സെല്ലും അതിനകത്ത് ഉണ്ടായിരുന്ന ഈർപ്പം കലർന്ന കാറ്റും കുറച്ച് ഉത്തരേന്ത്യ ഭാഗത്തേക്ക് കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതെല്ലാം കൂടെ കൂടിയിട്ടാണ് നമ്മളിപ്പോ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇപ്പൊ നീങ്ങിയത്. കാരണം താങ്കൾ ശരത്ത് ചോദിച്ച ചോദ്യത്തിന്റെ കാര്യം വെച്ചാൽ എൽനിനോയുടെ വിഡ്രോവൽ ടൈം ആയതുകൊണ്ടാണ് അത് കുറെ കൂടി ഉത്തരേന്ത്യയുടെ മുകളിൽ കൂടി സർക്കുലേറ്റ് ചെയ്തത്. ഇനി അടുത്ത സീസൺ മുതൽ ഈ കറക്റ്റ്. അതാണ് ചോദ്യം. മീൻസ് ഇത് ഇപ്പോ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത് ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇത് ഇനി ഫ്യൂച്ചറിൽ ഇത് കോമൺ ആയിരിക്കുമോ? അപ്പോൾ നമുക്ക് ഇതുവരെ ഉണ്ടാവാത്തൊരു ഈ വിൻഡ് സർക്കുലേഷൻ ഇനി ഫ്യൂച്ചറിൽ ഇത് തന്നെയായിരിക്കുമോ കോമൺ? നമ്മുടെ സമ്മർ ഇത്രയും തന്നെ ഇതേപോലെ പസഫിക്കിലെ ചൂടിന്റെ മാറ്റവും ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ നേരത്തെ പറഞ്ഞ പോലത്തെ കണ്ടീഷൻസ് എല്ലാം വന്നു കഴിയുമ്പോൾ ഇതുപോലെ ഏതെങ്കിലും വർഷങ്ങളിൽ ആവർത്തിക്കപ്പെടാം. So this is exceptional ആണത്. Okay. Yes, exceptional ആണ്. ഇത് നമുക്ക് ഫിക്സ്ഡ് അല്ല. പക്ഷെ അടുത്ത വർഷവും നമുക്ക് ഹീറ്റ് വേവ് ഉണ്ടാവും. കേരളത്തിലേക്ക് കടക്കുന്നതിന്റെ അളവ് എത്ര എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ഇതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുമല്ലോ. ഇത് ഭൂമി എപ്പോഴും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോളാർ റേഡിയേഷൻ വരുന്നുണ്ട്. ചില പസഫിക്കിലെ ഇന്ത്യൻ മഹാസമുദ്രം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രഷർ സോണുകൾ, ന്യൂനമർദ്ദ പ്രദേശങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന്റെ പൊസിഷൻ അനുസരിച്ച് തന്നെ കാറ്റിന്റെ ഗതിയും കുറേശ്ശെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഈ പറഞ്ഞ പോലെ ഒരു 300 കിലോമീറ്ററോ 1000 കിലോമീറ്റർ കിഴക്കോട്ടോ 1000 കിലോമീറ്റർ പടിഞ്ഞാറോട്ടോ ആകുമ്പോൾ ഇതേപോലത്തെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാം. തീർച്ചയായിട്ടും. അണ്ടർസ്റ്റുഡ്, മനസ്സിലായി. താങ്ക് യു. ഇനി ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിലിടും, അല്ലെങ്കിൽ ഡയറക്ട്ലി അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ചാറ്റ് ബോക്സിൽ ഒരു ചോദ്യമുണ്ട്. കമല മേനൻ, വാട്ട് കോസസ് ദ ഡിലേ ഇൻ പ്രീ മോൺസൂൺ ഷവേഴ്സ് എന്നുള്ള ചോദ്യം. പ്രീ മൺസൂൺ ഷവേഴ്സ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രീ മൺസൂണിന്റെ സമയമാകുമ്പോൾ അതിന്റെ ഒരു ഡയഗ്രം എടുത്ത് കാണിക്കാൻ പറഞ്ഞു. ഒരു മിനിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ഭാഗത്ത് ഭൂമധ്യരേഖ പ്രദേശത്ത് ഈ കാണുന്ന ഈ ഒരു രേഖയിൽ സൂര്യപ്രകാശം വീഴുന്നതിനനുസരിച്ച് ഭൂമിയുടെ ചുറ്റും മേഘങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ബെൽറ്റ് ഉണ്ട്. അത് ഇത്തവണ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മേഘരൂപീകരണ തോത് കുറവായിരുന്നതും ഇങ്ങോട്ട് പസഫിക്കിൽ നിന്നുള്ള ഈർപ്പത്തിന്റെ അളവ് കുറവായിരുന്നതിനാലും, അതായത് നമ്മൾ എൽനിനോ സീസൺ എന്ന് പറയുന്നത് പസഫിക്കിൽ നിന്നുള്ള നമുക്ക് ഈർപ്പം ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രതിഭാസത്തിന്, അതെല്ലാം കുറവായിരുന്നത് കൊണ്ടുമാണ് നമുക്ക് ഈ സീസണിൽ വേനൽ കുറെ കൂടി കഠിനമായി അനുഭവപ്പെട്ടതും സമ്മർ ഷവേഴ്സിന്റെ കുറവ് വന്നതും. കുറെ കൂടി അടുത്ത വർഷം നമ്മളിപ്പോ ഈ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ വരുന്ന ജൂൺ മാസത്തോടെ നമ്മൾ എൽനിനോയുടെ ഡെഫിസിറ്റും അതേപോലെ IOD എന്ന് പറഞ്ഞ ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന് പറഞ്ഞ അതിന്റെ കുറവുണ്ടായിരുന്ന മഴകളും എല്ലാം നമ്മൾ കരകയറി നമ്മളുടേതായ ഇന്ത്യയെ സംബന്ധിച്ച് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോർമൽ എന്ന് വിളിക്കാവുന്ന ഒരു മഴ കണ്ടീഷനിലേക്ക്, അറ്റ്മോസ്ഫിയർ കണ്ടീഷനിലേക്ക് നമ്മൾ ഈ മഴക്കാലത്തോടെ നീങ്ങും. ഈ സമ്മർ ഷവേഴ്സിന്റെ കുറവ് വന്നത് സ്വാഭാവികമായി ഇന്ത്യൻ മഹാസമുദ്രത്തിലും ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് കയറി വരുന്ന മേഘങ്ങളുടെ രൂപീകരണത്തിന്റെ കുറവാണ് സംഭവിച്ചത്. അപ്പൊ ആ രൂപീകരണത്തിന്റെ കുറവ് അടുത്ത വേനൽക്കാലത്ത് കുറെ കൂടി മെച്ചപ്പെടും. രൂപീകരണത്തോട് കുറെ കൂടി കൂടും. നേരത്തെ നമ്മളിപ്പോ ശരത്ത് ചോദിച്ച സംശയത്തിൽ ചോദിച്ചിരുന്ന അതേപോലത്തെ സർക്കുലേഷൻ കുറെ കൂടി വലുതായി മാറിയല്ലോ. അപ്പൊ കൂടുതൽ അവിടെ നമ്മളുടെ മേഖലയിൽ മേഘം കയറി വന്ന് വേനൽമഴ പെയ്യാനുള്ള സാഹചര്യവും കുറെ ഒഴിവാക്കപ്പെട്ടു. അപ്പൊ ഈ അടുത്ത വർഷം ഉണ്ടാവില്ല എന്ന് കരുതുന്നു. നേരത്തെ നമ്മൾ ആ ഡിസ്കഷനിൽ പറഞ്ഞ പോലെ, സംശയത്തിനായിട്ട് ഉത്തരം പറഞ്ഞ പോലെ, അടുത്ത സീസണിൽ നമുക്ക് വേനൽമഴ സ്വാഭാവികമായിട്ടും കുറെ കൂടി ഇത്തവണത്തെക്കാളും ഉറപ്പായിട്ടും മെച്ചപ്പെടും. വേനൽമഴ കുറയാൻ കാരണം ഈർപ്പത്തോത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടായിരുന്നതും അത് കേരളത്തോട് അടുക്കുന്നത് കുറഞ്ഞു പോയതും.
ഉം. ഫ്രാൻസിസ് സർ. ആ ഞാനൊരു നല്ല പ്രഭാഷണമായിരുന്നു. ഓക്കെ, താങ്ക്സ് അഭിലാഷ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, സാധാരണ ഇപ്പോൾ എല്ലാ വർഷങ്ങളിലും ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം വളരെ കഠിനമായിരുന്നു കേരളത്തിലെ താപനില. അപ്പോൾ ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വരും വർഷങ്ങളിൽ എന്തായിരിക്കും അവസ്ഥ? അതിനെന്തെങ്കിലും മാറ്റം വരുമോ? ഒരു റിവേഴ്സ് ഉണ്ടാവുമോ? അല്ലോ ഇല്ല, ഇതിങ്ങനെ നമ്മൾ നേരത്തെ കൂടിക്കൊണ്ടിരിക്കുമോ? ഇല്ല റിവേഴ്സ് ഉണ്ടാകത്തില്ല. റിവേഴ്സ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതുകൊണ്ട് 3 ഘടകങ്ങളെ പറ്റിയാണല്ലോ ചൂട് കൂടുന്നതിനെ പറ്റി സംസാരിച്ചത്. ഭൂമിയുടെ സ്വാഭാവികമായ കറക്കത്തിന്റെയും സൂര്യപ്രകാശത്തിന്റെ വീഴ്ചയും അനുസരിച്ച് സീസണിൽ വരുന്ന ചൂട് കൂടുന്നതിനെ പറ്റി പറഞ്ഞു. പിന്നെ ഇൻഡസ്ട്രിയലൈസേഷന്റെ ഭാഗമായിട്ട് അന്തരീക്ഷത്തിലെ ഹരിതവാതകങ്ങളുടെ സാന്നിധ്യം ചൂടിനെ ട്രാപ്പ് ചെയ്ത് നിർത്തുക. അപ്പൊ അത് കൂടിക്കൊണ്ടിരിക്കുന്നതിനാൽ നമുക്ക് സീസണിൽ കിട്ടാനുള്ള മഴയും മറ്റ് കാര്യങ്ങളും ഈ ചൂട് വർദ്ധിച്ചതിനെ ഒരിക്കലും കുറയ്ക്കുന്നില്ല. ആ സീസണിൽ നമ്മൾ ചൂട് സഹിക്കുന്ന അളവിനെ കുറച്ച് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതിനപ്പുറം അടുത്ത സീസണിലും ഈ പറയുന്ന 1.5 ഡിഗ്രി എന്നുള്ള ചൂട് വർധനവ് എക്സിസ്റ്റ് ചെയ്യും. ഈ വർധനവ് എക്സിസ്റ്റ് ചെയ്യും. പക്ഷെ ഇതേപോലത്തെ ചെറിയ ഗ്ലോബൽ ചേഞ്ചസ്, ഈ കാറ്റിന്റെയൊക്കെ ഗതി അനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നത് അതിനനുസരിച്ച് നമുക്ക് അത്ര അനുഭവപ്പെടാതെ വരും. മീൻസ് അടുത്ത വർഷം ഇപ്പൊ ഈ വന്നുകൊണ്ടിരുന്ന ട്രാക്കിൽ അടുത്ത ഒരു വർഷം 1.5 കൂടെ കൂടുമെന്ന് ഒരിക്കലും നമ്മൾ കണക്കാക്കാൻ പറ്റില്ല. അല്ല, അത് ആനുവൽ ഇൻക്രീസ് അല്ലല്ലോ 1.5. അത് അല്ലല്ല 40 വർഷം 45 വർഷത്തെ ഇൻക്രീസ് ആണ്. ഇത് പറഞ്ഞ പോലെ അടുത്ത വർഷങ്ങളിൽ നമ്മുടെ ഈ ഹരിതവാതകങ്ങൾ ഗ്രീൻ ഹൗസ് എഫക്ട് ഉറപ്പായിട്ട് നമ്മളുടെ 0.2 അങ്ങനെ വെച്ചിട്ടൊക്കെ അത് കൂടിക്കൊണ്ടേ ഇരിക്കുകയേ ഉള്ളൂ. ഇല്ലെങ്കിൽ ലോകവ്യാപകമായി ഒറ്റക്കെട്ടായി നമ്മളൊരു ഡിസിഷൻ എടുക്കണം. നമ്മുടെ എമിഷൻസ് എങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിസിഷൻ എടുത്തിട്ടില്ലാത്തടത്തോളം കാലം 0.1 0.2 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂടിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അസഹനീയമായിട്ടുള്ള ഒരു കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകും അല്ലെ? കേരളം അസഹനീയമായ രീതിയിലോട്ട് പോകും. മാത്രമല്ല കേരളം അതൊരു ഉത്തരേന്ത്യ പോലെയല്ല. അവിടുത്തെ ആൾക്കാർക്ക് തലമുറകളായിട്ട് പ്രാക്ടീസും ഇല്ലാത്തൊരു പ്രശ്നവും കൂടെ ഉണ്ട്. മറ്റുള്ള സൗത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യൻ പോട്ടെ, പശ്ചിമഘട്ടത്തിന്റെ കിഴക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട് ഉൾപ്പെടെ തലമുറകളായിട്ട് ഇത് ശീലിച്ച ആളുകൾ, ഇപ്പൊ ആഫ്രിക്കൻ ഒരാൾക്ക് ചൂട് അനുഭവിക്കാൻ കഴിയുന്ന പോലെ കപ്പാസിറ്റി നമ്മളുടെ ഒരു മലയാളിക്ക് ഇല്ല. അതിൻ്റെതായ മാനസിക പ്രശ്നങ്ങളും ശാരീരിക പ്രശ്നങ്ങളും ട്രിഗർ ചെയ്യും. ആങ്സൈറ്റി അറ്റാക്ക് മുതൽ ഒരുപാട് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അത് കേരളം അത് ശീലിച്ചിട്ടില്ല. അപ്പൊ കേരളത്തിന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് സ്വീകരിക്കാവുന്ന മെഷർ ഈ ഹീറ്റിന്റെ നമ്മളെ വന്ന് റിഫ്ലക്ട് ചെയ്യുന്ന തോത് കുറയ്ക്കാനുള്ള മെഷർമെന്റ്സ് സ്വീകരിക്കുക എന്നുള്ളതേ പറ്റുള്ളൂ. ചൂടിനെ നമുക്ക് ഇനി റിവൈസ് ചെയ്ത് പഴയ പോലെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ലോകവ്യാപകമായിട്ടുള്ള ഒറ്റയടിക്കുള്ള ഡിസിഷൻ, ഈ കാർബൺ എമിഷൻ മുതലുള്ള കാര്യങ്ങൾ റിവൈസ് ചെയ്ത് കൊണ്ടുവന്നാൽ നേരത്തെ ഈ പറഞ്ഞ പോലെ ഒരു 0.1 ഡിഗ്രി എന്നുള്ള തോതിൽ നമുക്ക് കുറച്ചും കൊണ്ടുവരാം. ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. ഒരു ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ അടുത്ത വർഷം 0.1 2 അങ്ങനെ കുറയ്ക്കാനൊന്നും പറ്റത്തില്ല. കേരളത്തിന്റെ വേറെ ഹ്യൂമിഡിറ്റിനൊരു ഘടകമല്ല കമ്പയർ ടു നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ തമിഴ്നാട് പോലത്തെ ഡ്രൈ ആയിട്ടുള്ള സ്റ്റേറ്റ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ അതും ഈ ഒരു വെറ്റ് ബൾബ് ആ ഒരു അവസ്ഥേനെ ഇത്തിരി കൂടി ആക്സസ് ചെയ്യില്ലേ? ആക്സസ് ചെയ്യും. നമുക്ക് വെച്ചാൽ ഇപ്പോ 42 ഡിഗ്രി നമ്മളുടെ തെർമോമീറ്ററിൽ, ആക്ച്വലി ഇത് അളക്കുന്ന യന്ത്രത്തിൽ നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞാലും ഈ ഹ്യൂമിഡിറ്റി നമ്മുടെ ശരീരത്തിന്റെ ഇതുമായിട്ട് ചുറ്റും അന്തരീക്ഷത്തിലുണ്ടല്ലോ. അപ്പൊ നമുക്ക് 40 ഡിഗ്രിയാണ് രേഖപ്പെടുത്തുന്നതെങ്കിലും ചിലപ്പോൾ 45 ഹ്യൂമിഡിറ്റിയുടെ അളവനുസരിച്ച് 49 വരെയൊക്കെ ചൂടുള്ള പോലെ നമ്മുടെ ശരീരം പ്രതികരിക്കും. കാരണം ഉത്തരേന്ത്യയുടെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരും. കാരണം അത് പ്രത്യേകിച്ച് പ്രായമായ ആളുകൾ, പിന്നെ തീരെ നമുക്ക് ചെറിയ ഇൻഫന്റ് ബേബീസ് അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ ആളുകൾ, പിന്നെ ഓൾറെഡി മറ്റ് പല ശാരീരിക അസ്വസ്ഥതയോട് മരുന്ന് കഴിക്കുന്ന ആളുകൾ, അവരൊക്കെ ഇത് ടോളറേറ്റ് ചെയ്യാൻ ഭയങ്കര പ്രയാസമായിരിക്കും കേട്ടോ. പ്രയാസം എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര അപകടകരമായ സിറ്റുവേഷൻ ആണ് അങ്ങനത്തെ ചൂടത്തൊക്കെ അങ്ങനത്തെ ആളുകൾ പെട്ടുപോയി കഴിഞ്ഞാൽ. ഇപ്പൊ ഉത്തരേന്ത്യയുടെ അപ്പുറത്തും ഇപ്പുറത്തും കടലില്ല. കേരളത്തിന്റെ ഒരു ഭാഗത്ത് ബേ ഓഫ് ബംഗാളും ഇപ്പുറത്തെ സൈഡിൽ അറബിക്കടലും കിടക്കുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിന് ഇങ്ങനെ നമ്മുടെ ആ പെനിൻസുല ഇങ്ങനെ നീണ്ടു കിടക്കല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ ഹ്യൂമിഡിറ്റി ഒരു പ്രശ്നം തന്നെയാണ്. ഹ്യൂമിഡിറ്റി നമുക്ക് ശരിക്കുള്ള ടെമ്പറേച്ചർ 35 ആണെങ്കിൽ നിങ്ങൾക്ക് 42ന്റെ എഫക്റ്റ് ചെയ്യും. താങ്ക് യു. ഫർഹാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ചാറ്റില്. അത് ഇത്തിരി ഡീറ്റെയിൽഡ് ആണ്. ഫർഹാൻ, മ്യൂട്ട് ചെയ്തിട്ട് നമുക്കൊരു ഡിസ്കഷൻ വേണമെങ്കിൽ ആവാം. താങ്കളുടെ പോയിന്റ്സ് വേണമെങ്കിൽ
ഒന്ന് പ്രസന്റ് ചെയ്യാം. പിന്നെ ചില ചോദ്യങ്ങളും അതിൻ്റെ ഒപ്പം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. എന്താ ചോദിച്ചോളൂ, എന്താ എന്നുള്ളത് നമുക്ക്. അല്ല, ഫർഹാൻ ചില യാ സോറി. അതായത് കുറെ സൊല്യൂഷൻസ് ഇല്ലേ, കാർബൺ ക്യാപ്ചർ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ക്യാപ്ചർ ചെയ്തിട്ട് കളയാൻ പറ്റില്ല. അങ്ങനെ റിവേഴ്സ് ചെയ്യാനുള്ള ടെക്നോളജി ഡെവലപ്പ് ആവണ നല്ലതായിരിക്കും. അങ്ങനത്തെ സൊല്യൂഷൻ തീർച്ചയായിട്ടും ഇപ്പോ ഈവൻ ഈ ഒരു മേഖലയിൽ ഞാൻ പറയുന്നത്, നമ്മൾ ഈ ടോക്ക് കാണുന്ന ഒരാൾക്ക് ഫ്രീ ഹാൻഡ്സോടെ ഇത്തരം വളരെ സാധാരണ ചെയ്യാവുന്ന മെത്തേഡ്സിനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ നാനോ ടെക്നോളജി മുതൽ അഡ്വാൻസ് ലെവലിൽ ഫിസിക്സിന്റെ റിസർച്ച് മുതൽ താങ്കൾ ഈ പറഞ്ഞ കാർബൺ റീക്യാപ്ചറിങ്ങിന്റെ പരിപാടി വരെ അഡോപ്റ്റ് ചെയ്യുന്നതിന് ഇതിനെപ്പറ്റി എല്ലാം എല്ലാ ലോകരാജ്യങ്ങളും അഗ്രസീവായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നാനോ ടെക്നോളജിയുടെ ആണെങ്കിൽ റോസറ്റ് അറ്റ് ഹോമിൽ നമുക്ക് ഡാറ്റ അവര് ഇപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തരുന്ന ഡാറ്റ പ്രോസസ് ചെയ്തിട്ട് സഹായിക്കാൻ പറ്റും. യൂണിവേഴ്സിറ്റി ഓഫ് വാഷിങ്ടണിന്റെ അങ്ങനത്തെ സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ട്. അതറിയില്ലേ? അല്ല, ഞാൻ പറഞ്ഞ വെച്ചാല് ഇതിന്റെ ചൂട് കുറയ്ക്കാനുള്ള മെത്തേഡ്സ് പല മേഖല, ഫിസിക്സ്, കെമിസ്ട്രി, നാനോ ടെക്നോളജി, പല ബ്രാഞ്ചസ് യൂസ് ചെയ്തിട്ട് പല ബ്രാഞ്ചസിലും അതിന്റെ റിസർച്ചസ് നടക്കുന്നുണ്ട്. നമ്മള് അത് സഹായിക്കാൻ പറ്റും. അതിനുള്ള സോഫ്റ്റ്വെയറുകളുണ്ട്. സിമുലേഷൻ സോഫ്റ്റ്വെയറുകൾ, ഇപ്പൊ IT സോഫ്റ്റ്വെയറുകളും സിമുലേഷൻ, അതായത് സിമുലേഷൻ ചെയ്യാനുള്ള അവര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് സിമുലേഷൻ ചെയ്യാനുള്ള ഡാറ്റ നമുക്ക് പ്രോസസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അവർക്ക് കാൽക്കുലേഷൻ ഒക്കെ നമ്മളെ കമ്പ്യൂട്ടറിൽ ചെയ്യാം. സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിന് പകരം കുറെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് അങ്ങനെ ചെയ്യാനുള്ള സോഫ്റ്റ്വെയറുകളുണ്ട്. അത് എവിടെയെങ്കിലും അസോസിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഐ മീൻ ഏതെങ്കിലും സ്ഥാപനങ്ങൾ? ഞങ്ങൾ കോളേജ് ചെയ്യുന്നുണ്ട്, ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുട. പിന്നെ അതെന്താ യൂണിവേഴ്സിറ്റി ഓഫ് വാഷിങ്ടണ്, അങ്ങനെ കുറെ യൂണിവേഴ്സിറ്റി ആയിട്ട് ചെയ്യുന്നുണ്ട്, കോളാബറേറ്റ് ചെയ്തിട്ട് ഡാറ്റ പ്രോസസ് ചെയ്ത്. HPC വെച്ചിട്ടാണോ ചെയ്യുന്നത്, അതോ ക്ലസ്റ്റർ കമ്പ്യൂട്ടിങ്ങോ? ഡിസ്ട്രിബ്യൂട്ടർ കമ്പ്യൂട്ടിംഗ്. ഓക്കെ. അതായത് കുറെ കമ്പ്യൂട്ടേഴ്സ് നോക്കൂ, സ്വാഭാവികമായും നമുക്ക് ഇതിന്റെ സാധ്യതകൾ, ഇതിനെ എയ്ഡ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ സയൻസിന്റെ ബ്രാഞ്ച് ഉണ്ടോ, എന്തൊക്കെ പരിപാടികൾ ഉപയോഗിക്കാമോ അതിനെപ്പറ്റി എല്ലാം, അതായത് 100 കണക്കിന് ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ ഇതിന്റെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി പ്രോസസ് ചെയ്യുന്നത് തന്നെ ഒരു അക്കാഡമിക് ഫേം വോളണ്ടിയർ ആയിട്ട് ചെയ്യുന്നതാണ്. അതെ, ഉദാഹരണത്തിന് ഇപ്പൊ ഇതിന്റെ കോസ്റ്റ് ഒക്കെ വലിയൊരു അഫോർഡബിലിറ്റി ഒരു പ്രശ്നമുണ്ട്. നമ്മൾ അമേച്ചേഴ്സ് ആയിട്ട് ഇപ്പൊ ഇതേപോലത്തെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്ന പോലെ അങ്ങനെ കിട്ടിയാൽ നമുക്ക് കിട്ടുന്നതിന്റെ അഡീഷണൽ ബെനിഫിറ്റ് ആണ് ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വർക്ക്. ഈ ഒരു ഉദ്യമത്തിലേക്ക് നിങ്ങൾ ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന പ്ലസ് ആണ്. പിന്നൊരു ക്വാണ്ടം മോഴ്സ് എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം ഉണ്ട്. അതായത് ക്വാണ്ടം കമ്പ്യൂട്ടർ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഗെയിം ആയി ഇറക്കിയേക്കാണ്. അതായത് ക്വാണ്ടം പ്രോബ്ലംസ് ഇല്ലേ, ക്വാണ്ടം മെക്കാനിക്സിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗെയിം ആയി. അത് സോൾവ് ചെയ്യും തോറും ആ ഡാറ്റ കമ്പ്യൂട്ടറിൽ പോകും. എന്നിട്ട് ക്വാണ്ടം കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഫോട്ടോസിന്തസിസ് നടത്താനുള്ള ടെക്നോളജി ഉണ്ടാക്കാൻ ഇപ്പൊ ശ്രമിക്കുന്നുണ്ട് ചില യൂണിവേഴ്സിറ്റികൾ. അതായത് ആർട്ടിഫിഷ്യലായിട്ട് ആർട്ടിഫിഷ്യൽ ഫോട്ടോസിന്തസിന്റെ സാധ്യത ഇസ്രായേലൊക്കെ യൂസ് ചെയ്ത് കൃഷിയിലൊക്കെ ഓൾറെഡി ഇപ്പം അത് ഒരുപാട് ചെയ്യുന്നുണ്ട്. ചൈനയും ഇസ്രായേലൊക്കെ ഓൾറെഡി പ്രാവർത്തികമായിട്ട് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ട് ആക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതായത് അത് ഫ്യൂലാക്കാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. അതായത് കാർബൺ ഡൈ ഓക്സൈഡും വലിച്ചെടുത്തിട്ട് വാട്ടറൊക്കെ എടുത്തിട്ട് ഒരു ഫ്യൂലായിട്ട് ഉപയോഗിക്കാം, ബയോ ഫ്യൂൽ എന്നാണ് പറയാ. അതും ശ്രമിക്കുന്നുണ്ട് ചില യൂണിവേഴ്സിറ്റികൾ. അപ്പൊ അതൊക്കെ ഒരു സൊല്യൂഷൻ. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ക്വാണ്ടം മൂവ്സ് എന്ന് പറഞ്ഞ അങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് മെത്തേഡ്സിനെ പറ്റി പറഞ്ഞാൽ ഇന്ന് തീരാത്ത അത്രയും ഏരിയാസ് ഇതിനെപ്പറ്റി വളരെ ഷാർപ്പായിട്ട് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്തൊരു ഭാഗത്ത് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞത് തന്നെ വളരെ സന്തോഷം. നമുക്കിത് കൂടുതൽ ആളുകളിലേക്ക് അറിഞ്ഞ് കൂടുതൽ ഇങ്ങനെ ഒരു അവയർനെസ് വന്നു കഴിയുമ്പോഴേ അതൊരു പഠനത്തിന്റെ ടോപ്പിക്കായിട്ടും ആൾക്കാർ അതിനെപ്പറ്റി ആഡ് ചെയ്യാനൊക്കെ തുടങ്ങുള്ളൂ. കൂടുതൽ ആളുകൾ കടന്നു വരികയാണ്. താങ്ക് യു ഫർഹാൻ ഫോർ യുവർ പോയിന്റ്സ്. സർ, ഇത്തരം ധാരാളം പ്രോജക്റ്റുകളുണ്ട്. പക്ഷെ ഇതൊന്നും ഇത് ഈ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞ ഫിനോമിനെ അഡ്രസ് ചെയ്യത്തക്ക സ്കെയിലിലേക്ക് ഇതൊന്നും വളർന്നിട്ടില്ല. ഒക്കെ ലാബ് ലെവലിൽ തന്നെ നിൽക്കുന്നതേ ഉള്ളൂ. പിന്നെ നമ്മള് ഈ ഫോസിൽ ഫ്യൂവൽ റീപ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഗതിയെ കുറിച്ചും ഇപ്പോഴും എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ്.
സാർ ഇപ്പൊ ഏതായാലും ഞാൻ ഈ ഫോസിൽ ഫ്യൂൽ റീപ്ലേസ്മെന്റിന്റെ സാറ് കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടില്ല. നമ്മുടെ ബാറ്ററി സെൽസിനെ നമ്മൾ ഫ്യൂച്ചറിൽ മില്യൺസ് ഓഫ് ബാറ്ററി നമ്മൾ എങ്ങനെ ഡിസ്മാൻഡിൽ മാത്രമല്ലല്ലോ, അത് റീസൈക്കിൾ ചെയ്തെടുക്കുന്നതിന്റെ കാര്യത്തിനെ പറ്റി എന്തായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ? അതെ, അത് നടക്കുന്നുണ്ട്. ഇതിന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക, ഇത് ഡിസ്പോസ് ചെയ്യാത്ത രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ, ലിഥിയം ബാറ്ററീസ് ഒക്കെ വീണ്ടും വീണ്ടും എത്ര തവണ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ ഒരു കൊമേഴ്സ്യൽ സ്കെയിലിലേക്ക് വന്നിട്ടില്ല. ഇപ്പൊ ലിഥിയം ബാറ്ററി ആണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമ്മളത് ഡിസ്പോസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ EV യുഗം നമുക്ക് പാരയായി തന്നെ വരുമല്ലോ. അതൊന്നും ലക്ഷ്യം കണ്ടില്ലെങ്കിൽ. അതെ, പിന്നെ പല കാർബൺ ക്യാപ്ചർ ടെക്നോളജിക്കും എനർജി വേണം. അപ്പൊ അതെവിടുന്ന് വരും? അതാണ് അടുത്ത സംഭവം. നേരത്തെ പറഞ്ഞ പോലെ പൈസ മുടക്കുന്നതിന്റെ റിസൾട്ടും തമ്മിൽ നോക്കുമ്പോഴേ. അതെ, ട്രേഡ് ഓഫ്. exactly. ഫ്രാൻസിസ് സാർ ഹാൻഡ് റൈസ് ചെയ്തിരുന്നു. ഓക്കെ, ഞാനൊരു ഈ ഫോസിൽ ഫ്യൂൽ റീപ്ലേസ്മെന്റിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടു. അതായത് നമ്മൾ ഫോസിൽ ഫ്യൂൽ റീപ്ലേസ്മെന്റിൽ പ്രധാനമായിട്ട് കാണുന്നത് സോളാർ എനർജി ആണല്ലോ. ഈ സോളാർ പാനൽസ് ഗ്ലോബൽ വാർമിങ്ങിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന് ഒരു തോട്ട്. അതായത് അത് ഡയറക്റ്റ് സൺലൈറ്റ് അബ്സോർബ് ചെയ്യാണല്ലോ ചെയ്യുന്നത്. കാരണം ഫോസിൽ ഫ്യൂൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ക്യാപ്ചേർഡ് ആയിട്ടുള്ള എനർജിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് സണ്ണിൽ നിന്ന് നേരിട്ട് വരുന്ന എനർജി, അതിൻ്റെ ഒരു ഭാഗം റിഫ്ലക്റ്റഡ് ബാക്ക് റേഡിയേറ്റ് ചെയ്യപ്പെടേണ്ടത് അങ്ങനെ വരാതെ സംഭവിക്കുന്നു. കാരണം നേരിട്ട് സണ്ണിൽ നിന്ന് എനർജി എടുക്കും. അത് തെറ്റാണ് സാർ. എന്താ വെച്ചാൽ അത് അബ്സോർബ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് അന്തരീക്ഷം ചൂട് പിടിക്കാനായിട്ട് അത് കാരണമാവുന്നില്ല. പിന്നെ ഇലക്ട്രിക്കൽ എനർജി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതർവൈസ് ഓൾസോ അത് അബ്സോർബ് ചെയ്യപ്പെടേണ്ടതാണ്. അല്ല, അത് പറയുന്നത് എങ്ങനെയാണ്, അത് മൊത്തമല്ല, അതിൻ്റെ ഒരു ഭാഗമെങ്കിലും റേഡിയേറ്റ് ചെയ്യപ്പെടേണ്ടതായിരുന്നു. അതങ്ങനെ നടക്കുന്നില്ലാത്തതുകൊണ്ട്. അല്ല, ഏത് സോളാർ സെല്ലിൽ ഒരു ഭാഗം റേഡിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ ചില ഫ്രീക്വൻസീസ് മാത്രമേ അതിൽ പിടിക്കുന്നുള്ളൂ. അത് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുകയാണ്. അപ്പൊ അത് അന്തരീക്ഷം ഡയറക്റ്റ് ആയിട്ട് ചൂട് പിടിക്കാൻ ഉപയോഗിക്കുന്നില്ല. പിന്നെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിക്കുമ്പോഴാണ് അത് പാനൽസിന് ഒരു റിഫ്ലക്റ്റീവ് സ്വഭാവം ഉണ്ടാവില്ല എന്തായാലും. ഉണ്ട് പാനൽസ് റിഫ്ലക്ട് ചെയ്യുന്നത്. ചില വേവ് ലെങ്ത് മാത്രമേ അത് അബ്സോർബ് ചെയ്യുള്ളൂ. ഒരു പാനലിലും വ്യത്യാസം. അതല്ല, ഇതിനകത്തെ പ്രശ്നം എന്ന് വെച്ചാല് ഈ പാനൽ ഉണ്ടാക്കാനും സെല്ല് ഉണ്ടാക്കാനും യു റിക്വയർ എനർജി. അപ്പോൾ ഇനിഷ്യലി ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയോ എനർജി ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു ഇലക്ട്രിക്കൽ വെഹിക്കിൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു 4-5 വർഷം ഓടിയാലേ ഇത് കോമ്പൻസേറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടേ അത് പോസിറ്റീവ് സൈഡിലേക്ക് വരുന്നുള്ളൂ. ഇല്ല, അങ്ങനെയുള്ള ഓക്കെ, അത് മനസ്സിലായി. അങ്ങനെയുള്ള സ്റ്റേജിലെ കാര്യമല്ല പറഞ്ഞത്. സണ്ണും എർത്തും തമ്മിലുള്ള എനർജി എക്സ്ചേഞ്ചിൽ ഫോസിൽ ഫ്യൂൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ക്യാപ്ചേർഡ് എനർജിയാണ്. സണ്ണിൽ നിന്ന് കൂടുതൽ എനർജി ഇപ്പൊ ഇങ്ങോട്ട് വരുന്നില്ല. പക്ഷെ സോളാർ എനർജി എന്ന് പറഞ്ഞാൽ അന്നേരം ക്യാപ്ചർ ചെയ്യുന്നതാണ്. സണ്ണിൽ നിന്ന് വരുന്ന എനർജി ക്യാപ്ചർ ചെയ്യുന്നതാണ്. ക്യാപ്ചേർഡ് എനർജി എങ്ങനെയാ ഇരിക്കുന്നത്? അത് ഹീറ്റ് ആയിട്ടല്ലല്ലോ, അത് കെമിക്കൽ ബോൺസ് ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെട്ട് അടിയിൽ ഇരിക്കല്ലേ. അത് ചൂടായിട്ട് നമുക്കുള്ള പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അപ്പൊ അതെടുത്തിട്ട് കത്തിച്ചിട്ട് അത് റിലീസ് ചെയ്യാണ് അത് ചെയ്യേണ്ടത്. എന്നിട്ട് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കുന്നു. ഇത് അതല്ല, സണ്ണിൽ നിന്ന് വരുന്ന എനർജി നമ്മള് അത് മുഴുവൻ റിഫ്ലക്ടർ വെച്ച് തിരിച്ചു വിടുകയല്ലോ. അതൊരു പോസിബിലിറ്റി ആയിട്ട് പറയാറുണ്ട്. റിഫ്ലക്ടർ വെച്ചിട്ട് ഇതിങ്ങനെ തിരിച്ചുവിടാൻ പറ്റുമോ? ഈ മരുഭൂമിയിലൊക്കെ റിഫ്ലക്ടർ കൊണ്ടുവച്ചിട്ട് അത് തിരിച്ചുവിടാൻ പറ്റുമോ? ഗ്ലോബൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് അത് ഒരു സംഗതി പറയാറുണ്ട്. അപ്പൊ ആ വാദം ശരിയല്ല സോളാറിനെ സംബന്ധിച്ചിടത്തോളം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ല, ഞാനിങ്ങനെ കണ്ടു, അതുകൊണ്ട് ചോദിച്ചത് മാത്രം. സ്റ്റിൽ അതിനെപ്പറ്റി ഡിബേറ്റ് നടക്കുന്നുണ്ട്. കാരണം അത് ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഇപ്പൊ ഭയങ്കര ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ആണല്ലോ സോളാറിന്റെ ഒരു പരിപാടി. മാത്രമല്ല ഈ പകൽ ഉൽപാദനം എന്നുള്ളത് പോലും ജസ്റ്റ് ഒരു ലോഡ് ബാലൻസ് ചെയ്യാവുന്നതല്ലാതെ രാത്രിയാണ് മനുഷ്യർക്ക് ഇതിന്റെ ഉപയോഗം കൂടുതലുള്ളത്. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഇത് പകൽ ഉൽപ്പാദിപ്പിച്ചവർ മുഴുവൻ രാത്രി ആകുമ്പോഴത്തേനും കറണ്ട് ബില്ല് അടയ്ക്കണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് മുഴുവൻ വെറുതെ ഉപയോഗിച്ച് ലോഡും കൂടി ഫ്യൂസ് കത്തിപ്പോന്നുള്ളതല്ലാതെ നമ്മുടെ ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റാത്തടത്തോളം കാലം, രാത്രിയിൽ തന്നെ ഈ പകൽ ഉൽപ്പാദിപ്പിക്കുന്നത് മാറ്റി വെക്കാത്തടത്തോളം കാലം ഈ സാധനത്തിന് ഒരു സ്റ്റിൽ നമ്മളൊരു ഒരു സ്ട്രഗിളിലാണ് നിൽക്കുന്നത്, ഒരു സ്ട്രഗിൾ പോയിന്റിലാണ്. പക്ഷെ അതിനുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്യേണ്ടതല്ലേ സ്റ്റോറേജിനും? എലോൺ മസ്കിന്റെ ഇവര് രാത്രി
ഇതിനകത്തു നിന്നുള്ളതിന്റെ ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. മൂൺലൈറ്റ് എന്നൊക്കെ എത്രത്തോളം എന്ന് എനിക്കറിയില്ല. അയാളുടെ റിസർച്ചും അവരുടെ ഒരു സബ്സിഡിയറി കമ്പനി അതിനകത്ത് ഫുൾ ടൈം ഇൻവോൾവ് ആണ്. മൂൺലൈറ്റ് യൂസ് ചെയ്തിട്ട് അതിനകത്തു നിന്നുള്ള ഉൽപാദനം നടക്കുമെന്നൊക്കെ ഉള്ളത് അറിയില്ല. ഡെവലപ്മെന്റ് എത്രത്തോളമായി, എന്താണ് അതിന്റെ സാധ്യതകളൊന്നും. എനർജി കണ്ടന്റ് വളരെ കുറവായിരിക്കില്ലേ മൂൺലൈറ്റിൽ? ആയിരിക്കാം എന്നല്ല, ആയിരിക്കും, കുറവായിരിക്കും. താങ്ക് യു. ഹലോ ആ ഹലോ ചോദിച്ചു. ഒരു ഡൗട്ട് ചോദിക്കട്ടെ. നമുക്ക് ഈ എൽനിനോ ലാനിനോ പ്രതിഭാസങ്ങളെ കുറിച്ചുകൂടെ വിശദീകരിക്കുകയുണ്ടായി. അതുപോലെ ഈ സ്പെസിഫിക് ഓഷ്യന്റെ അറ്റ്മോസ്ഫിയറിൽ നടക്കുന്ന വലിയ ചേഞ്ചസ്, കാരണം വലിയ ഓഷ്യന് നിരക്ക് സദേൺ ഓസിലേഷൻ ഈ എൽനിനോ ലാനിനോ പ്രതിഭാസങ്ങൾ പോലെ തന്നെ വളരെയധികം പഠിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ അത് സംബന്ധിച്ച് എന്തെങ്കിലും ഡേറ്റ ഈ പ്രസന്റേഷനിൽ ഞാനത് ശ്രദ്ധിക്കാത്തതാണോ അതെ കണ്ടിരുന്നില്ല. നമ്മള് ENSO സദേൺ ഓസിലേഷനെ പറ്റി ഒന്നും ഡാറ്റ നമ്മൾ ഇതിൽ പ്രസന്റ് ചെയ്തില്ല. ഏകദേശം ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് കാറ്റ് വീശുന്നു, ഈർപ്പം കുറയുന്നു, കൂടുന്നതിനെ പറ്റി മാത്രമേ നമ്മൾ പരാമർശിച്ചിട്ടുള്ളൂ. ഈ സദേൺ ഓസിലേഷൻ ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. അതിനകത്ത് ഇന്റർനാഷണൽ ഏജൻസികൾ പോലും മൊഡ്യൂൾ വൈസ് തിരിച്ചിട്ട് ഇപ്പോഴും സ്റ്റിൽ വർക്കിംഗ് ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം. അതിന് പുറമെ സാർ സൂചിപ്പിച്ച ENSOയ്ക്ക് പുറമെ തന്നെ ഈവൻ അറബിക്കടലിന്റെ മൺസൂൺ സീസണിൽ ചില ഓസിലേഷൻസ് ഉണ്ടാകാറുണ്ട്. ലോക്കൽ ഓസിലേഷൻസ് വലിയ സാർ പറഞ്ഞ ഗ്ലോബലി ഭയങ്കരമായിട്ട് ബാധിക്കുന്ന വലിയ സദേൺ ഓസിലേഷൻ പോലെ തന്നെ നമ്മുടെ അറബിക്കടലിന്റെ സൈഡിൽ ബംഗാൾ സീസണലായിട്ടൊക്കെ ഉള്ള ഓസിലേഷൻസ്, അതിനെപ്പറ്റിയൊക്കെ ഈവൻ നമ്മുടെ ആൾക്കാർ പോലും, നമ്മുടെ റീജിയനിലുള്ള ആൾക്കാർ പോലും സ്റ്റഡീസിന്റെ പകുതി വഴിയിലൊക്കെയാണ്. ഡേറ്റ പലപ്പോഴും കിട്ടാറില്ല, വളരെ വേഗമായിട്ടുള്ള ഡേറ്റ കാണുക. ഇല്ല, നമ്മളിപ്പോ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന നമ്മളെ എക്സ്പീരിയൻസ്, നമ്മളിപ്പോ ഒരു ആവശ്യത്തിന് സാറ് പറഞ്ഞ പോലെ അന്വേഷിച്ചാലും പലയിടത്തും ഞാനും ഒക്കെ ഹെൽപ്ലെസ് ആണ്. ഐ മീൻ റിസർച്ച് സ്കോളേഴ്സിന്റെ അടുത്ത് ചോദിച്ചാലും അവർ പർട്ടിക്കുലർ അവരുടെ ഏരിയയിലെ പറ്റിയുള്ള മൊഡ്യൂളിനെ പറ്റി മാത്രമല്ലാതെ മറ്റുള്ള കാര്യങ്ങളെ പറ്റി പലപ്പോഴും നമ്മുടെ കയ്യിൽ ഡാറ്റ കിട്ടാറില്ല. എന്തായാലും സാറ്റലൈറ്റ് ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയേക്കും. എനിക്കൊന്ന് ഫ്യൂച്ചറിൽ അതൊന്നൊരു പ്രശ്നമായിരിക്കില്ല എന്നൊക്കെ. ഗ്ലോബലി ഇപ്പൊ തന്നെ ഒരുപാട് ഇതായി. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ, അതേപോലെ യൂറോപ്യൻ സ്പേസ് ഏജൻസി, നമ്മുടെ നാസ, ഇവരെല്ലാം ഇപ്പൊ സാറ്റലൈറ്റ് ബേസ്ഡുള്ള സെൻസറുകൾ യൂസ് ചെയ്തിട്ട് പഴയതിനേക്കാളും കൂടുതൽ, പണ്ട് വർഷങ്ങളുടെ നിരീക്ഷണമൊക്കെ ആവശ്യമുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളുടെ കമ്പ്യൂട്ടർ സിമുലേഷൻസ്, നമുക്ക് ഇമേജസ് കിട്ടും. മൾട്ടി സെൻസറുകൾ യൂസ് ചെയ്തിട്ട് പ്രഷറും വാട്ടർ വേപ്പറിന്റെ ട്രാൻസ്പോർട്ട്, വിൻഡിന്റെ സ്പീഡ് ഇതെല്ലാം അളക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് പണ്ട് 10 വർഷം കൊണ്ടൊക്കെ ഒരാളുടെ ആയുസിൽ ചെയ്ത റിസർച്ചിന്റെ ഒക്കെ റിസൾട്ട് നമുക്ക് സിമുലേഷനും ഈ പറഞ്ഞ ടെക്നോളജി ഒക്കെ വെച്ച് സാറ് പറഞ്ഞ പോലെ കുറെ സാധനങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ഡീബഗ് ചെയ്ത് എടുത്തു കഴിഞ്ഞു. അസാധ്യം എന്ന് കരുതുന്ന വലിയ കടലേരിയ, നമ്മളിപ്പോ പസഫിക് എന്ന് വെറുതെ ഒറ്റ വാക്കി പറഞ്ഞാൽ തന്നെ നമുക്കത് പ്രായോഗികമായിട്ട് അത് അറിയാം എത്രത്തോളമാണ് അതിന്റെ ഒരു ഏരിയ, അതിന്റെ ഓരോ കോണ്ടിനെന്റിലും ചെല്ലുമ്പം വരുന്ന മാറ്റങ്ങൾ എന്നൊക്കെ. അത്ര എളുപ്പമല്ല, അത് സങ്കല്പിക്കാൻ പോലും പറ്റാത്തതിന്റെ വലുതാണ്. പക്ഷെ ഇപ്പൊ അതെ. പിന്നെ ഞാന്, എന്റെ പേര് അബ്ദുൾ ഹമീദ് എന്നാണ്. ഞാന് വാട്ടർ ഫീൽഡിലുള്ള ഒരു സയന്റിസ്റ്റ്, റിട്ടയർ ചെയ്തു. CWRDമിലായിരുന്നു വാട്ടർ സയന്റിസ്റ്റ്. അതെ, കോഴിക്കോട്. ഒരു കാര്യം കൂടി, പിന്നെ കേരളത്തിലേക്ക് വരുമ്പോ കേരളത്തിലെ ലാൻഡ് യൂസിൽ വരുന്ന നമ്മൾ പറയാറില്ല അനഭിലഷണീയമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ. ഒന്ന് ഫോറസ്റ്റ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതായിട്ടാണ് ഡേറ്റ കാണിക്കുന്നത്. 29% എന്നുള്ളപ്പോ കേരളത്തിൽ 30 സംതിങ് അത്രയും ഫോറസ്റ്റ് നമുക്കുണ്ട്, ഫോറസ്റ്റ് കവർ ഉണ്ട്. പക്ഷെ ഏതാണ്ട് അത്രത്തോളം തന്നെ, ഏതാണ്ട് ഇപ്പം പറയുന്നത് 1 കോടി വീടുകൾ കേരളത്തിലുണ്ട്. വീടുകളെല്ലാം തന്നെ ഡീസെൻട്രലൈസ്ഡ് ആണ്. ഏതാണ്ട് ഈ ഒരു 10,000 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഈ ബിൽറ്റ് എൻവയോൺമെന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അത്രയും അത് ഹീറ്റ്. നേരത്തെ പറഞ്ഞ പോക്കറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, ചൂട് വന്ന് നിൽക്കുന്നതിന് അതിന്റെ ഒരു പ്രധാന പ്രശ്നം ഈ ഒരു അർബനൈസേഷന്റെ ട്രെൻഡ് കേരളത്തിൽ ഭയങ്കരമാണ്. നമ്മള് വിചാരിക്കുന്നവരൊന്നും അല്ല. കാരണം ഇപ്പൊ ഒരുപാട് തരത്തില് ആ ലാൻഡ് യൂസിൽ വരുന്ന മാറ്റവും ഈ അർബനൈസേഷന്റെ ഈ ട്രെൻഡും ഇത് ശരിക്കും ഒരു പോളിസി ലെവലിൽ ഒരു തീരുമാനം എടുക്കാതെ നമുക്ക് ഈ കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതല്ല. ഇങ്ങനെ പോയി എന്നിട്ടോ എത്രയോ വീടുകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്, ആള് താമസമില്ലാതെ. അങ്ങനെ 3-4
വീടുകളുള്ള ആൾക്കാർ ഇങ്ങനെ എനിക്കറിയില്ല അത് എങ്ങനെയാണ് ഇത് മാനേജ് ഇല്ല ചെയ്യേണ്ടതെന്നും സർ, എനിക്ക് അറിയില്ല. 2014 ഞാനൊരു RTA കൊടുത്ത് കേരളത്തിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ഫ്ളാറ്റുകളും വീടുകളും 14 ലക്ഷം ഉണ്ടായിരുന്നു. നമ്പർ കൊടുത്ത് രജിസ്ട്രേഷൻ വാസയോഗ്യമായ വീടുകൾ 14 ലക്ഷം 2016 ഇപ്പൊ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ ആ ഒരു കോടി പെടുന്നതാണ് ഈ 14 ലക്ഷം. 1 കോടി വീടുകൾ ഉണ്ടെന്ന ഇപ്പോഴത്തെ പുതിയ അസസ്മെന്റ്. തീർച്ചയായിട്ടും അപ്പൊ ഉണ്ടായിരിക്കാം. അതിൽ 14 ലക്ഷം വീടുകൾ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കാണ്. 14%. 14%. അതെ, അത് വലിയൊരു പ്രശ്നം. ഇത് ഗവൺമെന്റ് ബിൽഡിംഗ് ഉൾപ്പെടെ. പണ്ടത്തെ ഇപ്പം ഈ IT സെക്ടറും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻഫർമേഷൻ സയൻസും ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ടായിട്ട് മാറ്റുണ്ട്. പഴയതുപോലെ ഓഫീസുകളും കെട്ടിടങ്ങളൊന്നും ആവശ്യമില്ല ഇന്ന്. അതെ, അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള വീടുകൾ കെട്ടിടങ്ങളൊക്കെ സർക്കാർ കെട്ടിടങ്ങൾ അങ്ങനെ കിടക്കുമ്പോൾ തന്നെ പുതിയ കെട്ടിടങ്ങൾക്ക് വേണ്ടി പോവുകയാണ്. അത് ഉപയോഗപ്പെടുത്തുന്നില്ല, പ്രയോജനപ്പെടുത്തുന്നില്ല. അതൊന്നും തന്നെ ഇപ്പം നിർമ്മിക്കുന്നത് തന്നെ എക്കോ ഫ്രണ്ട്ലി ആണ് അല്ലെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ് എന്ന് ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള ഒരു മെഷറും ഒരു ആർക്കിടെക്ട്, കുറച്ച് ആർക്കിടെക്ട്സ് ഒക്കെ അങ്ങനെയുണ്ട്, ബാക്കി ആൾക്കാരൊന്നും രംഗത്തേക്ക് വരുന്നില്ല. ഇല്ല, അത് നമ്മൾ പറഞ്ഞ പോലെ വ്യക്തിഗതമായിട്ട് കാര്യമില്ല. ഗവൺമെന്റിന് സീരിയസ് ആയിട്ട് എൻവയോൺമെന്റൽ പോളിസി ഇല്ലാതെ ഇത് മുന്നോട്ട് പോവുകയില്ല. ഒരു രക്ഷയും ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, കറക്റ്റ്. താങ്ക് യു. അതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മളുടെ വീടുകൾക്ക് ഒരു 4-5 കൊല്ലം മുമ്പേ ഒക്കെ വീടുകൾ മഴപ്പാത്തി ഉണ്ടെങ്കിലേ വീടുകൾക്ക് നമ്പർ കൊടുക്കുള്ളൂ എന്നുള്ള ഇതുണ്ടായിരുന്നു. അപ്പൊ ഉദ്യോഗസ്ഥൻ വരും നോക്കും, മഴപ്പാത്തി ഉണ്ട്, പക്ഷെ ആക്ച്വലി ഇയാൾക്ക് ഈ മഴപ്പാത്തി ചാല് കണ്ടാൽ മതി, അതിന്റെ തുള സാധാരണ വെറുതെ നിലത്തേക്കാ തുറന്നിരിക്കുന്നത് 4 മൂലയ്ക്കും. ആ പുള്ളി വന്ന് നോക്കി ആ മഴപ്പാത്തി ഉണ്ട്, ഹാപ്പിയായി നമ്പർ കൊടുക്കും. പക്ഷെ അതിന്റെ ആക്ച്വൽ ഉപയോഗം എന്താന്ന് നോക്കിയിട്ടല്ല. ഇപ്പൊ 2 വർഷം മുമ്പേ നിർത്തലാക്കിയെന്ന് തോന്നുന്നു. അതങ്ങനെ വേണമെന്നില്ലാന്ന് തോന്നുന്നു ഇപ്പൊ. ശരി, അതാ ജിയോ കറക്റ്റ്. 2004 ജിയോ ഒന്നും ഫോളോ ചെയ്യുന്നില്ല. ബിൽഡിംഗ് റൂളിൽ കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണത്. നിർബന്ധമായും മഴവെള്ള സംഭരണി ഉണ്ടാകണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അതിനുശേഷം റിവീസ് ഓർഡറും വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും എന്താ പറയുക, പ്രാക്ടീസിലില്ല എന്നുള്ളതാണ്. ഇല്ല, അതൊരു പ്രശ്നം തന്നെയാണ് സാർ. നമ്മളിത് ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നു, നമ്മളിത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ള യുദ്ധം. അതൊരു നിയമം, അത് ചട്ടത്തിലുണ്ട് എന്നുള്ളതേ ഉള്ളൂ. മനുഷ്യരും സഹകരിക്കില്ല, ഉദ്യോഗസ്ഥരും അവരുടെ ചട്ടപ്പടി നോക്കി അങ്ങനെ പോകുന്നു എന്നുള്ളത്. കൂൾ റൂഫ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ ഇപ്പോഴ്, അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ കഴിയുമോ? ഏതാ കൂൾ റൂഫ് എന്ന ഒരു കൺസെപ്റ്റ് ഇല്ലേ, അഭിലാഷൻ എന്തെങ്കിലും പറയാൻ കഴിയുമോ? ഇല്ല, അതിനെപ്പറ്റി എനിക്ക് വലിയൊരു ധാരണയില്ല. അതെ, പിന്നെ ഹലോ, വാട്ടർ ഷവേഴ്സ് ആണോ ബിൽഡിങ്ങിന്റെ മുകളിൽ? പുതിയ ഒരു ടെക്നോളജി ഇവോൾവ് ചെയ്ത് വരുന്നുള്ളതായിട്ട് ഇങ്ങനെ ഓൾട്ടർനെറ്റിൽ ഞാൻ കണ്ടതാണ്. പിന്നെ വീട് ഇപ്പൊ കിണർ നിർമ്മാണം അതുപോലൊന്നും പോകണ്ട. നമ്മുടെ മേൽക്കൂരകൾ തന്നെ ഹൈഡ്രോ പാനൽസ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. നമ്മള് സോളാർ പാനലിന്റെ കാര്യം പറയുന്ന പോലെ. എന്നിട്ട് അറ്റ്മോസ്ഫിയറിലെ വെള്ളം, താരതമ്യേന അറ്റ്മോസ്ഫിയറിലെ വെള്ളം എന്ന് പറയുന്നത് സുരക്ഷിതമാണെന്നാണ്. അപ്പൊ അറ്റ്മോസ്ഫിയറിലെ വെള്ളം അബ്സോർബ് ചെയ്ത് അതിന് വേണ്ട പിന്നെ സ്റ്റാൻഡേർഡോട് കൂടി കിച്ചണിലും പിന്നെ നമ്മുടെ വേണ്ട മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിലുള്ള പാനലുകൾ ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് അത് നല്ലൊരു കാര്യമാണ്. അത്തരം കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. പക്ഷെ അത് എന്തായാലും മാർക്കറ്റിൽ വന്നിട്ടില്ല. ഒരു ഭാവിയിൽ അങ്ങനെ ആയിരിക്കും. നമ്മൾ ഇൻഡിവിജ്വൽ കിണറുകൾക്ക് പോകുന്നതിന് പകരം അറ്റ്മോസ്ഫിയറിലെ വെള്ളം ഹാർവെസ്റ്റ് ചെയ്യാം. നമ്മൾ ഫോഗ് വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യുന്നത് പോലെ അറ്റ്മോസ്ഫിയറിക് വാട്ടർ ഹാർവെസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാന്നുള്ള അപ്പൊ അതിന്റെ ലിമിറ്റ് നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു പാഠമൊക്കെ അതിൽ നിന്ന് കിട്ടുമെന്നുള്ളതാണ്. അതിനത്ര ഒരു ഗവേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓൾറെഡി അതിന്റെ ബോട്ടിൽസ് ഒക്കെ ഉണ്ട്. ഈ സൈക്കിളേഴ്സ് അവരൊക്കെ പോകുമ്പോൾ ഉള്ള ബോട്ടിൽസ് ഉണ്ടല്ലോ, ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ബോട്ടിൽസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. സാർ ഈ പറഞ്ഞ പോലെ വീടിന്റെ മുകളിൽ വന്നാൽ അത് ഉപയോഗിക്കാൻ പറ്റിയ സഫീഷ്യന്റ് വാട്ടർ ഉണ്ടെങ്കിൽ അത് വലിയൊരു ഇനിഷ്യേറ്റീവ് തന്നെയായിരിക്കും. അറിയില്ല എത്രത്തോളാണ് അതിന്റെ ഡെവലപ്മെന്റ്സ്, ഈ കൂൾ റൂഫിങ്ങിന്റെ ഒക്കെ എവിടം വരെ. ഫ്യൂച്ചറിലെ ഒരു പ്രതീക്ഷയാണ്. അതാണോ കൂൾ റൂഫിംഗ്? അതല്ല ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. അതിവിടെ പുരുഷോത്തമൻ അറിയാം. അതായത് ഇവിടെ ഈയിടയ്ക്ക് ഒരാളുടെ വീഡിയോ കണ്ടിരുന്നു. അദ്ദേഹം വീടിന്റെ മുകളിൽ മോട്ടോർ വെച്ച് അത് ഓൾറെഡി നമ്മുടെ വീടിന്റെ മുകളിൽ കൂടി ചാനൽ അടിച്ചിട്ട് ചെറിയ സ്പ്രിംഗ്ലറുകൾ വെച്ചിട്ട് 5 മിനിറ്റോ 10 മിനിറ്റോ ആ മോട്ടർ അങ്ങ് ഓണായി കഴിയുമ്പോൾ അതിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള കിണറ്റിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം സ്പ്രിംഗ്ലർ വഴി വീടിന്റെ ചുറ്റും പെടുന്ന ഒരു മഴയുടെ പ്രതീതി കിട്ടും.
പക്ഷെ അതൊരു അതിനൊക്കെ പ്രശ്നം എന്ന് സയന്റിഫിക് വെച്ചാല് അതിനൊക്കെ വെള്ളം ഈ വേനൽക്കാലത്ത് നമുക്ക് മനസ്സുകൊണ്ട് അതെ അതങ്ങനെ അതെ ചെയ്യാൻ അതെ പറ്റുമോ എന്നുള്ളതാണ് വലിയ പ്രശ്നം. സയന്റിഫിക് അല്ല, അതൊരു അതിന് കാരണം നമ്മൾ അത്രയും ലോസ് ഉണ്ടാക്കുകയാണ്, എവാപറേഷൻ ലോസ് ഉണ്ടാക്കുക. സ്പ്രിംഗ്ലർ വെച്ച് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ തന്നെ നമ്മൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. ട്രിപ്പ് എല്ലാരും അത് അതുപോലെ ചെയ്തു ഇറിഗേഷൻ ഉണ്ട്. കഴിഞ്ഞാൽ എല്ലാരും അത് അതെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ദുരന്തം കൂടുതൽ വ്യാപ്തമാകും. അതെ അതെ അതെ. അതൊരു എന്താ ഒരു ഹോബി എന്ന നിലയ്ക്ക് ചെയ്യാന്നല്ലാതെ അതെ. അത് എന്താണ് സയന്റിഫിക്കലി അത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന സംഗതിയല്ല. അപ്പോൾ നമ്മളൊരു പറയാൻ പോലെ നമ്മളൊരു ട്രാൻസിഷൻ ഫേസിലാണ് ശരിക്കും പറഞ്ഞ എക്കണോമിക്കലി, ഫൈനാൻഷ്യലി, അതുപോലെ തന്നെ ക്ലൈമറ്റ് വൈസ്. ഈ ഒരു നമ്മളിപ്പോ കുറെ സൊല്യൂഷൻസ് ഇപ്പൊ ഇങ്ങനെ മുന്നോട്ട് വരുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിച്ച് വന്ന പോലത്തെ ഒരു സാഹചര്യം ആവില്ല ഇനി മുന്നോട്ട്. അതുപോലെ നമ്മൾ ജീവിച്ച പോലെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഇനി ഫ്യൂച്ചറിൽ, അല്ലെ? തീർച്ചയായിട്ടും അതിനകത്ത് അപ്പോൾ യാതൊരു ഒരു സംശയവും എഡ്യൂക്കേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് അതിൻ്റെതായിട്ടുള്ള. അത് എത്ര എഡ്യൂക്കേഷൻ മാത്രമല്ല, പോളിസികളും അത് അത്രയ്ക്ക് നമ്മുടെ ഗവൺമെന്റ് വഴിയും മീൻസ് അറ്റ് ദ ലോ ലെവൽ സ്റ്റേജിലും അത് എത്ര ഉണ്ട് മീൻസ് എഡ്യൂക്കേഷൻ ലെവൽ, അതുപോലെ അതിനുള്ള വർക്ക് നടക്കുന്നുണ്ട്, അവയർനെസ്. നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞ അതിന്റെ ഒരു ലാഗ് ഇതിന് സ്വാഭാവികമായിട്ടും എല്ലാ മേഖലയെ സംബന്ധിച്ചുള്ള പോലെ തന്നെ ഈ മേഖലയ്ക്കും ഉണ്ട്. പിന്നെ നമുക്ക് മാറ്റങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. പഴയ പോലെ ഇപ്പൊ നമ്മൾ ഒരു 2-3 വർഷം മുമ്പേ ആണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ആ സയൻസ് ടോക്കിൽ നമ്മളെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ റെക്കമെൻഡ് ചെയ്ത പബ്ലിക് പാർട്ടിസിപ്പേഷന് കൂടുതൽ വെതർ ഒബ്സർവേഷൻ ആളുകളെ ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ ഡാറ്റ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനോടെ നമ്മൾ കളക്ട് ചെയ്യണം. വോളണ്ടിയറി ആയിട്ട് പരമാവധി ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞത് സമയമെടുത്തിട്ടാണെങ്കിലും ഇപ്പോൾ അത് ഗവൺമെന്റ് അതിന്റെ ക്ലസ്റ്ററുകളൊക്കെ തിരിച്ച് അതിന്റെ ഇനിഷ്യേറ്റീവ് എക്സിസ്റ്റിംഗ് സംവിധാനങ്ങളെ കൊണ്ട് ഈ അധ്യാപകരെ കൊണ്ടും കോളേജുകളെ കൊണ്ടും സ്കൂളൊക്കെ ചെയ്യിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ മാറ്റം വരുന്നുണ്ട്. പിന്നെ കൂടുതൽ ആളുകൾ വെതറിന്റെ ഇമ്പാക്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിനെ ബാധിക്കും. ബിസിനസ് ആണെങ്കിലും, വീട് പണിയാണെങ്കിലും, കല്യാണമാണെങ്കിലും, നമ്മുടെ യാത്രയാണെങ്കിലും, സേഫ്റ്റി ഉൾപ്പെടെ എല്ലാം ബാധിക്കും അറിഞ്ഞുകൊണ്ട് അതിലേക്ക് കൂടുതൽ ആൾക്കാർ പഠിക്കാനും അല്ലെങ്കിൽ അതിനകത്ത് ആക്ഷൻ എടുക്കാനൊക്കെ ഡെഫിനറ്റ്ലി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അറ്റ്ലീസ്റ്റ് എ പോസിറ്റീവ് മൂവ്. യെസ് ഡെഫിനറ്റ്ലി അത് ഒരുപാട് മാറ്റമുണ്ട്. നമുക്ക് തന്നെ നോക്കിയാൽ ഇപ്പൊ ആൾക്കാർ ഉടനെ മഴയെ പറ്റി അല്ലെങ്കിൽ കാലാവസ്ഥയെ പറ്റിയോ അല്ലെങ്കിൽ നമ്മൾ ചൂടായിരിക്കും അടുത്ത സീസണിൽ ഒരു ഇൻവെസ്റ്റ്മെന്റിന് മുതിരുന്നതിന് മുമ്പേ തന്നെ ആലോചിക്കാൻ തുടങ്ങി. പണ്ട് അങ്ങനെ ആലോചിക്കില്ല. വെതർ ഒരു ഫാക്ടറേ അല്ല. നമ്മുടെ സമയദോഷമോ കാലദോഷമോ അങ്ങനെ സമയം നോക്കുക എന്നൊക്കെ പറയുമല്ലോ, സമയം കുറിച്ച് അതിനെപ്പറ്റിയൊക്കെ ആയിരുന്നു ആൾക്കാർ ഏതാ ശുഭമുഹൂർത്തത്തിൽ ബിസിനസ് തുടങ്ങാമെന്നുള്ളതല്ലാതെ ഇതൊരു ഫാക്ടറേ അല്ലായിരുന്നു. പക്ഷെ ഇതിപ്പോ ഒരു ഫാക്ടറായി വന്നു. വെതർ നമ്മുടെ ഇതിന് മുന്നോട്ടുള്ള പോക്കിന് അങ്ങനെ കൺസിഡർ ചെയ്യാൻ തുടങ്ങി. അതൊരു നല്ലൊരു പോസിറ്റീവാണ്. ഇനി വേറെ ചോദ്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ ടോക്ക് എൻഡ് ചെയ്യാം, അല്ലെ ഫ്രാൻസിസ് സർ?